12 മക്കളെ പെറ്റൊരമ്മ അന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. ഹായ്, ബൽക്കീസ് ബാനു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. പുതിയ രീതിയിൽ ഒരു പ്രത്യേകതരം റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് നമ്മളുടെ 11 പ്രതികൾ. നമ്മളുടെ സ്വന്തം 11 ബ്രാഹ്മണ കുലജാതർ, ഉന്നത കുലജാതർ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുറച്ചുകൂടി സാവകാശം തരൂ, കുറച്ച് ദിവസം കൂടെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ചെലവാക്കാനുള്ള അവസരം തരുമെന്ന്. ഗ്രാൻഡഡ്, പെർമിഷൻ ഗ്രാൻഡഡ്. ബിൽക്കീസ് ബാനു ബലാത്സംഗ കേസിലെ പ്രതികൾ ഉടൻ കീഴടങ്ങുമെന്ന് ബൽക്കീസ് ബാനു ബലാത്സംഗ കേസിലെ പ്രതികൾ ഉടൻ കീഴടങ്ങണമെന്ന് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം. അടുത്ത ഞായറാഴ്ച കീഴടങ്ങാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കീഴടങ്ങാൻ അധിക സമയം ആവശ്യപ്പെട്ട ഹർജി തള്ളിയ കോടതി പ്രതികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ കഴമ്പില്ലാത്തതാണെന്നും വ്യക്തമാക്കി. 15 മിനിറ്റ് കൊണ്ടാണ് പ്രതികൾ നൽകിയ ഹർജി കോടതി തീർപ്പാക്കിയത്. വിത്തിൻ 5 minutes. ഹായ് പ്രീത. പ്രതികളുടെ മോചനം റദ്ദാക്കിയ വിധി പറഞ്ഞ ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. ഇന്നലെ ഹർജിയിൽ സുപ്രീം കോടതികൾ പരാമർശിച്ചിരുന്നു. നേരത്തെ ഈ കേസിലെ പ്രതികളെ ഗുജറാത്ത് കോടതി വിട്ടയച്ചത് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. വിചാരണ നടക്കുന്നത് മഹാരാഷ്ട്രയിലായതിനാൽ പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശിക്ഷാ ഇളവ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ഹായ് ദേർ, ഐ വിൽ കം ടു യു. വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അനാസീന്. തുടർന്ന് പ്രതികളോട് ജയിലിലെത്തി കീഴടങ്ങാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അവർ അധിക സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശിക്ഷിക്കപ്പെട്ടവരിൽ 3 പേർ സമർപ്പിച്ച ഹർജികൾ വെള്ളിയാഴ്ചത്തേക്ക് പരിഗണിക്കാൻ സുപ്രീം കോടതി സമ്മതിക്കുകയായിരുന്നു. കേസിലെ പ്രതികളായ പ്രദീപ് രാമൻ ലാൽ മോധ്യ, വിപിൻ ചന്ദ്ര ജോഷി എന്നിവർ അധിക സമയം ആവശ്യപ്പെട്ടു. പ്രതികളായ ഗോവിന്ദ് ബായി നായി 4 ആഴ്ചയും രമേശ് ചന്ദന, മിതേഷ് ഭട്ട് എന്നിവർ 6 ആഴ്ചയുമാണ് കീഴടങ്ങാൻ അധികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ പരിപാലിക്കുന്നത്, അയ്യോടാ, തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ പരിപാലിക്കുന്നതിന് താനാണെന്ന് ഗോവിന്ദ് ബായി നായി സുപ്രീം കോടതിയെ അറിയിച്ചത്. മകന്റെ വിവാഹത്തിന് സമയം അനുവദിക്കണമെന്ന് രമേശ് ചന്ദന സുപ്രീം കോടതിയെ അറിയിച്ചു. വിളവെടുപ്പ് കാലമാണ് മിതേഷ് ഭട്ട് അധിക സമയത്തിനുള്ള കാരണമായി പറഞ്ഞത്. ഹൗ വാട്ട് എ ബ്യൂട്ടിഫുൾ പീപ്പിൾ. 2022 ഗുജറാത്ത് കലാപത്തിൽ ഗർഭിണിയായിരിക്കെ ബൽക്കീസ് ബാനു ബലാത്സംഗത്തിന് ഇരയാവുന്നത്. ബൽക്കീസ് ബാനുവിന്റെയും കുടുംബത്തെയും അതിക്രൂരമായി കലാപകാരികൾ ആക്രമിച്ചിരുന്നത്. ബൽക്കീസ് ബാനുവിന്റെ 2 മക്കൾ മാത്രമാണ് കലാപാനന്തരം കുടുംബത്തിൽ ബാക്കിയായത്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി വിവാഹപ്രായമായ ഉടനെ തന്നെ അതായത് ഈ 13 വയസ്സെന്ന് പറയുമ്പോൾ വിവാഹപ്രായമാണ്, അങ്ങനെ ഓർത്ത സൈഡിലോട്ടൊക്കെ. പൂലൻ ദേവിയുടെ കഥയാണ്. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിട്ടു. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം ഈ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള പെൺകുട്ടിക്ക് അവിടെ ഇങ്ങനെ അങ്ങോട്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സാഹചര്യത്തിൽ ആ പെൺകുട്ടി അവിടെ ചെറിയ എതിർപ്പുകളൊക്കെ പറഞ്ഞപ്പോൾ അവര് അടിമകളെ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കുടുംബമായതുകൊണ്ട് പുള്ളിക്കാരത്തെ കൊണ്ടുവന്ന് വീട്ടിൽ തള്ളിക്കളഞ്ഞു. വീട്ടിൽ വന്ന ഇവർ ഈ നമ്മുടെ കൂടിയ ആൾക്കാരുണ്ടല്ലോ, എനിക്ക് അവരുടെ പേരത്ര ഒന്നും വശമില്ല, അതൊരു ഉയർന്ന ജാതി കൂട്ടങ്ങളാണ്, ഒരു പ്രത്യേകതരം വിഭാഗം. അവരിൽ ചിലരൊക്കെ വന്നിട്ട് കുറച്ചധികം ഡ്രാമ കാണിക്കുന്നുണ്ട്. അപ്പം അവർക്കിട്ട് തിരിച്ചു ഒരു മറുപടി പാവപ്പെട്ട പുലാനമ്മച്ചി പറഞ്ഞു. വല്ല കാര്യം ഉണ്ടായിരുന്ന മിണ്ടാതൊരു വഴിക്ക് പോയാൽ പോരായിരുന്നു. അപ്പോൾ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? വാട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? അത് ഇൻജക്ട് ചെയ്യപ്പെട്ട ഒരു തലയായി പോയി ആ പാവപ്പെട്ടവളുടെ. അതിനവർ മറുപടി എന്ത് ചെയ്തു എന്നറിയാമോ? ഇവന്മാരെല്ലാവരും കൂടെ വട്ടത്തിൽ ചേർന്ന് 40ഓളം വരുന്നവന്മാർ ഈ 16 വയസ്സുകാരി പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്തു ചത്തുപോയി എന്ന് പറഞ്ഞ് എടുത്ത് ദൂരോട്ടിട്ടിട്ട് ഇവന്മാര് പോയി. ഈ വൃത്തികെട്ട 40 കുടുംബത്തിലെ 40 KUNNA മക്കൾ ആ പാവപ്പെട്ട സ്ത്രീയെ റേപ്പ് ചെയ്തു കളഞ്ഞു. വിട്ടില്ല, അവൾ തോറ്റില്ല, തളർന്നില്ല. സാധാരണ ഒരുത്തർ റേപ്പ് ചെയ്താലേ ആ പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിക്കും. 40 പേര് ചേർന്നാണ് ഒരു ഗ്രാമത്തിലുള്ള സാധാരണ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടീനെ റേപ്പ് ചെയ്തിട്ടുള്ളത്. വിട്ടോ അവള്? ഇല്ല. അവള് പോയി ചേർന്നത് ഒരു കൊള്ള സംഘത്തിന്റെ കൂടെയാണ്. കാട്ടിൽ പോയി താമസിക്കുന്ന കൊള്ള സംഘങ്ങളിൽ ഒരാളുടെ കൂടെ ചേർന്നു. അതിലൊരാളുമായിട്ട് പുള്ളിക്കാരത്തെ കുറച്ച് കക്ഷി ചേർന്ന് ഇഷ്ടത്തിലുമൊക്കെ ആയി. പക്ഷെ അവിടെയും പുള്ളിക്കാരത്തെ വീണ്ടും റേപ്പിന് ഇരയാവുകയാണ് ചെയ്തത്. 1-2 പേര് വീണ്ടും റേപ്പ് ചെയ്തു എന്നാണ് അവരുടെ കഥയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സോ ആ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആസ് എ ലേഡി ഐ റിയലി ഫീൽ നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഹോള് മാത്രമായിട്ടാണ് പലരും കൺസിഡർ ചെയ്യുന്നത്. റേപ്പ് ചെയ്യാം, സുഖിക്കാം, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ആൻഡ് സ്ത്രീകൾ അവഹേളിക്കാൻ അവരെ അങ്ങോട്ട് ചെയ്താൽ മതി.
ഈ ഒരു വിഷയം ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഒരുപാട് വീണ്ടും വീണ്ടും തിങ്ക് ചെയ്യാനുള്ള ഒരു വഴിയായിരുന്നു. ആൻഡ് ലേറ്റർ വാട്ട് ഹാപ്പൻ ഞാൻ ദുബായിൽ പോകുന്ന സമയത്ത് ഇറാൻ ത്രൂ കുറേ അധികം ആണുങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് ഈ വിസ ഇല്ലാത്ത കുറെ പേരുണ്ട്. അപ്പൊ നമ്മൾ PRO വർക്കിനൊക്കെ പോകുന്നത് കൊണ്ട് ഇങ്ങനെ കുറെ പേര് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ കാര്യത്തിൽ കഥയിൽ കേട്ടപ്പോൾ അവരും ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട ഒരു സിനാരിയോ എന്തെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി കൂടെയന്മാർ വരുന്നത്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ വരും, പാകിസ്ഥാനിൽ നിന്ന് ഇറാനിൽ വരും, ഇറാനിൽ നിന്ന് കടൽ മാർഗം ചാടി കുതിച്ചാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ തന്നെയാണ് ലുലു വന്നിട്ടുള്ളത്. ലുലു മാളിന്റെ മോലാളി അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ല ഡയറക്റ്റ് വിസയിലൊന്നും അല്ല വന്നത്, അങ്ങനെ തന്നെ വന്നെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സത്യാവസ്ഥ അറിയത്തില്ല. എനിവേ, അവർ ഏറ്റവും കൂടുതൽ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട, അപമാനിക്കപ്പെട്ടത് എവിടെയാണെന്ന് അറിയാമോ? ഇവന്മാരെ പിടിച്ചു നിർത്തി കുരിച്ചു നിർത്തി മറ്റേ പരിപാടി ചെയ്യും. കോഴിക്കോട് നടത്തുന്ന ആ സാധനം ചെയ്യുമായിരുന്നു. അപ്പോൾ ഏതൊരു വ്യക്തിക്കും, അത് സ്ത്രീക്കെന്നോ പുരുഷനെന്നോ ഇല്ല, ഏതൊരു വ്യക്തിക്കും തൻ്റെ സമ്മതമില്ലാതെ തൻ്റെ ശരീരത്തിൽ ചെയ്യുന്ന ഈ വൾഗർ സാധനം ഏറ്റവും വലിയ വേദനയാണ് എന്ന് തിരിച്ചറിയാൻ അവർ ചിലരുടെ ആ പ്രഭാഷണം എനിക്ക് മനസ്സിലായിരുന്നു. യെസ്, അത് പെണ്ണുങ്ങളുടെ മാത്രമല്ല ആണുങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു ഹ്യൂമിലിയേഷൻ തന്നെയാണ്, നാണക്കേട് തന്നെയാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ രണ്ടുപേർക്കും ഉണ്ടാകുന്ന നാണക്കേട് തന്നെയാണ് ഈ ബലാത്സംഗം എന്നുള്ളത്. മനസ്സിലായി? പക്ഷെ എനിക്ക് അവിടുന്ന് ഫുലാൻ ദേവിയുടെ ഒരു ഇഷ്ടം വന്നത് എന്താണെന്നറിയാം? ഈ 440 പേരുടെയും കുടുംബത്തിൽ അവള് കയറി 40 അവള് നിരത്തി അങ്ങ് ചൂട്ട് തള്ളി കൊന്നു കളഞ്ഞു. ഒന്നിനെയും വിട്ടില്ല. കുടുംബ കുഞ്ഞ് പരാധീനങ്ങളെ എല്ലാത്തിനെയും ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് അവന്മാരെ മുൻപിൽ നിർത്തി ഈ ചാട്ടക്കൂട്ടന്മാരെ വെട്ടിവെച്ച് കൊന്നു കളഞ്ഞോളൂ. അവൾ അതിനെ കൂട്ടുപിടിച്ചപ്പോൾ വീണ്ടും അവൾക്ക് ബലാത്സംഗം നേരിടേണ്ടി വന്നു. ബലാത്സംഗം നേരിടേണ്ടി വന്നപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന, അവളെ ഇഷ്ടപ്പെട്ടിരുന്നവൻ്റെ അടുത്ത് അവൾ പ്രണയം അഭിനയിച്ച് അവനെ കൊണ്ട് അവളെ ബലാത്സംഗം ചെയ്തവരെ തട്ടി ആ കൊള്ളസംഘത്തിന്റെ നേതൃസ്ഥാനത്തിലേക്ക് കയറിയിട്ട് അവന്മാരെ കൊണ്ട് ചേർത്ത് നിർത്തി 40 അവള് വെട്ടിവെച്ച് കൊന്നു കളഞ്ഞു. ഷീ ഈസ് മൈ ഹീറോയിൻ. ഓഫ് കോഴ്സ്, അതാണ് മറുപടി. അടിച്ചാൽ തിരിച്ചടിക്കണം അത്രേ. ഓരോ തവണ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോഴും ഓരോ തവണ അവൾ മരിക്കുകയായിരുന്നു. ഓരോ തവണ. ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇന്റർകോഴ്സ്. അത്രയൊന്നും വിചാരിക്കുകയല്ല, അത് മരണമാണ്. ഓരോ സ്ത്രീയും അപമാനിക്കുന്നതിന്റെ എക്സ്ട്രീം ലെവൽ. റേപ്പിംഗ് മീൻസ് റേപ്പിംഗ്, നോ മീൻസ് നോ. വെർബൽ റേപ്പിങ്ങിനും അതേ അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ 2 വീക്കായിട്ട് ദീസ് പീപ്പിൾ ആർ റേപ്പിംഗ് മീ വെരി ബാഡ്ലി. ഈച്ച് ആൻഡ് എവരി വീഡിയോ, ഓരോ വീഡിയോയിലും ഞാൻ അതിഭീകരമായി അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഓഫ് കോഴ്സ്, റേപ്പിന് എന്താണ് കുട്ടികളെ മറുപടി കൊടുക്കുക? ഫുലാൻ ദേവിയെ ഇഷ്ടപ്പെടുന്ന 100% റേപ്പിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സെൽഫ് റെസ്പെക്ട് ഉള്ള ഷെഫീനെ എന്ത് ചെയ്യും? ഷെഫീന അതേ ചെയ്തുള്ളൂ. ഷെഫീന ഇനി അതേ ചെയ്യുകയുള്ളൂ. നേരത്തെ വെട്ടി വെച്ചങ്ങ് കൊല്ലും ഞാൻ. അതാ സംഭവിച്ചത്. അയ്യോ ജീവനെ, അത് വേറെ വിഷയം, നമുക്ക് അതവിടെ നിൽക്കട്ടെ. ഒരുതരം വിചിമ്പ്രജനത്തിൽ വരുന്ന ഭ്രാന്താണിത്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫുലാൻ ദേവിയിലേക്ക് വരാം. ഫുലാൻ ദേവി ചെയ്തത് എന്താണ്? പിന്നെയും തുടരെ കൊള്ളകളിൽ ഏർപ്പെടുകയും പിന്നീട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ആ പെൺകുട്ടി പോയി പെട്ടു. നമുക്കുള്ള കുറ്റം പറയാനൊക്കത്തില്ല. ആഫ്റ്റർ ആയിട്ട് അവൾ ഇലക്ഷനിലേക്ക് നിൽക്കാമെന്നുള്ള ഒരു ഇത് വാങ്ങിയിട്ടാണ് ഈ ഒരു സാധ്യം കോംപ്രമൈസ് ചെയ്തിട്ട് വന്നത്. 11 വർഷത്തിന് ശേഷം അവൾ കീഴടങ്ങി. അവൾക്ക് MP സ്ഥാനം കൊടുത്തിരുന്നു. ആൻഡ് ഷീ വാസ് വെരി കറക്റ്റ് ഇൻ ദാറ്റ് മോഡ്. പക്ഷേ ഈ 40 പേരുടെയും കൂട്ടത്തിലുള്ളവർ ഇവളെ ശത്രുവായിട്ട് തന്നെ കണക്കാക്കി അവളെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഫുലാൻ ദേവി വാസ് റൈറ്റ് ഇൻ ഓൾ മീൻസ്. അവളെ കൊല്ലാൻ ആ ചൊണ കാണിച്ച 40 കുടുംബത്തിലെ അംഗങ്ങളുടെ മുഖത്തേക്ക് എൻ്റെ കാർക്കിച്ചു തുപ്പൽ. അവിടെ പെണ്ണുങ്ങളില്ലായിരുന്നോ? അവിടെ ആരുമില്ലായിരുന്നോ? ഒരു പെൺകുട്ടി അതിഭീകരമായി റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലുമ്പോൾ ഈ അയിത്തവും ഈ തീട്ടും തിട്ടൂരവും ഒക്കെ തന്നെ ആ പെൺകുട്ടിക്കില്ലായിരുന്നു. അവളുടെ സാധനത്തിനില്ലായിരുന്നു അല്ലേടേ. അവളുടെ KUTHIക്ക് ഇല്ലായിരുന്നു, ബാക്കി എല്ലാത്തിലും ഉണ്ടായിരുന്നു. അവർക്ക് ബാക്കി എല്ലാത്തിലും പ്രശ്നമാണ്. പക്ഷെ ഈ ഒരു കാര്യം വന്നപ്പോൾ അവർക്ക് പ്രശ്നമില്ല. അത് കൊള്ളാൻ കേട്ട, സൂപ്പർ നന്നായിട്ട് എൻജോയ് ചെയ്തല്ലേ. എൻജോയ് ചെയ്യുമ്പോൾ ഓർക്കണം, തൊടുന്നത് ആരെയാണെന്നും തൊട്ടാൽ എന്തായിരിക്കും അനുഭവമെന്നും തീർച്ചയായിട്ടും മറുപടി പറയുന്ന പ്രതികരിക്കുന്ന സ്ത്രീകളെടുത്ത് പോയി ഞാണ്ടരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. ഈ 7 പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുമ്പോൾ, ബലാത്സംഗം ചെയ്തു കൊല്ലുമ്പോൾ ഈ ബ്രാഹ്മണ കുലജാതർക്ക് അറിയത്തില്ലേ അത് ഇസ്ലാം വംശജരാണ്. ഇസ്ലാമിയർ എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? അങ്ങനെ അമേരിക്കയിൽ നിന്നും വന്ന പുതിയ ടീം അംഗങ്ങളല്ല. ഈ നാട്ടിലെ ഇന്ത്യ മഹാരാജ്യത്തെ ഇവിടുത്തെ കൊടും ഭീകരത കൊണ്ട്, ജാതീയ വർഗീയ വ്യത്യാസം കൊണ്ട് സഹികെട്ട കീഴാള ജനത മതം കൂടി ആയതാണ് ഈ പറയുന്ന ഇസ്ലാമിയർ. നിങ്ങൾക്ക് തിട്ടൂരമുള്ള ആൾക്കാരാണ്, തീണ്ടാരികളാണ്. അവർ താഴ്ന്ന കുലജാതരാണ്, ഷെഡ്യൂൾ കാസ്റ്റ് ആണ്. ദാറ്റ്സ് വൈ ദേ ആർ ഗെറ്റിംഗ്
ഇപ്പോഴും ഷെഡ്യൂൾ കാസ്റ്റിന് കിട്ടുന്ന അതേ പ്രിവിലേജ്, സംവരണം, റിസർവേഷൻ. വി ആർ പ്രൊവൈഡിങ് ദം റിസർവേഷൻ ഓൺലി ബിക്കോസ് ദേ ആർ ഷെഡ്യൂൾ കാസ്റ്റ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. അല്ല ബ്രാഹ്മണന്മാരെ, അൻ്റെയൊക്കെ KUNNക്ക് ഈ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ KUTHIലേക്ക് കയറുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ഹൗ കംസ്? അത് തെറ്റായൊരു നടപടിയല്ലേ? ബ്രാഹ്മണ കുലജാത 7 പെൺകുട്ടികളെ ഭീകരമായി കൊന്നുകളഞ്ഞു. 3 വയസ്സുള്ളൊരു പൊടി മോളെ പോലും വിട്ടില്ല. കാലി വാരി ചെവരിലേക്ക് അടിച്ചു കൊന്നുകളഞ്ഞു. വിറ്റ്നസ്സായി കിടന്ന അമ്മ സൈലൻ്റായിട്ട് കിടന്നു. മരിക്കാതെ ജീവനോടെ മരിച്ചു എന്ന് അഭിനയിച്ച് കിടക്കേണ്ടി വന്നു. വയറ്റിലൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നിൽ വെച്ച് ഇത്രയും കൊടൂരമായ ഒരു വൃത്തികേട് ചെയ്ത് അതിഭീകരമായി കൊന്നവന്മാർ വീട്ടിൽ അപ്പനെയും അമ്മയും നോക്കാൻ വേണ്ടിയിട്ട് എക്സ്ക്യൂസ് ചോദിക്കുന്നു. എക്സ്ക്യൂസ് മീ, മൈ സണ്ണ് വെഡ്ഡിങ് ഈസ് ടുമാറോ, ഐ നീഡ് ടു ഗോ ആൻഡ് അറ്റൻഡ് ദ വെഡ്ഡിങ്. അയ്യോടാ ബ്രാഹ്മണ കുല ജാഥ, അത്യാവശ്യം എൻ്റെ മോൻ്റെ കല്യാണമാണ് ഇവിടെ, ഭയങ്കര അത്യാവശ്യമാണ്. ബൽക്കീസ് ബാനുവിൻ്റെ ഒപ്പം നിന്ന പെണ്ണുങ്ങൾക്ക് സല്യൂട്ട്, താങ്ക് യു. സ്ത്രീക്ക് മര്യാദ വേണമെന്ന് സ്ത്രീകൾക്കാണ് മനസ്സിലാകേണ്ടത്. നമ്മളിൽ ഒരാളെ തൊട്ടാൽ നമ്മൾ കൂട്ടത്തോടെ നിൽക്കണം, ഒറ്റയ്ക്ക് നിൽക്കരുത്. തണ്ടി കൂട്ടത്തോടെ നിൽക്കണം. നമ്മുടെ ബലം എന്താണെന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കണം. പൊളിച്ചു കളയണം ഈ പറയുന്ന ബാക്കിയുള്ള സംഘടനകളല്ല, എടുത്ത് തൂര കളയണം. എന്നാ പിണ്ണാക്കിനാണ് വാട്ട് ദേ ആർ ഡൂയിങ്. എന്തെങ്കിലും ഒരു പ്രിവിലേജ്, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഇവരെ കൊണ്ടുണ്ടോ? ഇല്ലാത്തിടത്ത് യൂണിറ്റി ചേർന്ന് ഒറ്റക്കെട്ടായി നിന്ന് തിരിച്ചടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ എത്രത്തോളം മൗനം പാലിക്കുന്നുവോ, നമ്മളുടെ അടുത്ത തലമുറയും ഇതേ മൗനത്തിൽ, ഇതേ വൃത്തികേടിൽ, ഇതേ വേദനയിൽ, നമ്മളെക്കാൾ കൂടുതൽ വേദനയിൽ അനുഭവിക്കേണ്ടി വരും. പാടില്ല. തിരിച്ചു നിന്ന് പ്രതികരിക്കണം പിള്ളേരെ, അതാണ് വേണ്ടത്. ബൽക്കീസ് ബാനുവിന് ആ ധൈര്യം കൊടുത്തത് ഒരു പക്ഷേ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള ഹസ്ബൻഡ് ആയിരിക്കാം. എനിവേ ആരായിരുന്നാലും ശരി തന്നെ ഉറച്ചു നിന്നു അവള്. കൊല്ലാതെ അവന്മാരവിടെ വെച്ചിട്ടുണ്ട്. എന്ത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും സുപ്രീം കോടതി കൊടുത്ത ആ വിധി നമ്മളെ എല്ലാവരെയും സത്യത്തിൽ ഹോണർ ചെയ്തു എന്ന് വേണം പറയാം. ഇന്ത്യയിൽ ജീവിക്കേണ്ടെന്ന് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ വിധി വന്ന സമയത്ത്. അതും ആഗസ്റ്റ് 15-ാം തീയതി വിധി വന്നപ്പോൾ ഭയങ്കരമായ വെറിയും ദേഷ്യവും പകയും ഒക്കെ ഉണ്ടായിരുന്നു. ചില പകകൾ എങ്ങനെയാണെന്നറിയാം, നമുക്ക് നമ്മളെ തന്നെ തീർക്കണമെന്ന് തോന്നും. ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല എന്ന് തോന്നും. അമ്മ എന്ന രീതിയിൽ നമ്മൾ ഒന്നുമല്ല എന്ന് തോന്നും. നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾക്ക് ആദ്യം തോന്നുന്നതാണ് അമ്മ എന്ന രീതിയിൽ നമ്മൾ ഏറ്റവും വലിയ തോൽവി എന്ന് തോന്നും. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് മറ്റ് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് നമ്മളുടെ തോൽവിയാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളായാലും നമ്മളുടെ സഹോദരങ്ങളായി നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങളായി ഫ്ലേർട്ടിന് പോലും മറ്റൊരു പെൺകുട്ടിയോട് ഇതുപോലെ മിസ്ബിഹേവ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യരുത്, ഇറക്കി വിട്ടേക്കണം ലൈഫിൽ നിന്ന്. സ്റ്റേ കാം, സ്റ്റേ സ്ട്രോങ് ആയി നിൽക്കുക. സപ്പോർട്ട് ചെയ്യരുത്, എതിർക്കണം. അത് നമ്മുടെ മകനാണെങ്കിൽ പോലും ചെയ്യണം. പറ്റില്ല എന്ന് തന്നെ പറയണം. ഒരു പെൺകുട്ടി അപമാനിക്കുന്നത് നീ ചെയ്യുന്നത് ഞാൻ കണ്ടാൽ പറ്റില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം. അല്ല ചൊർണ്ണക്കരണ്ടിയെ പോലെ ഇരുന്ന് കിക്കിളി എന്ന് ചിരിക്കരുത്. നീ കോംപ്രമൈസിന് വരരുത്. അവിടെയാണ് ഞാൻ നിന്നെ പിടിക്കാൻ പോകുന്നത്. ഞാൻ പിടിച്ചാൻ പോണത് അവിടെയാണ്, ഈ അവിടെയാണ്. അന്ന് നിന്റെ മോങ്ങല് പബ്ലിക്ക് കാണും. മിണ്ടാതിരുന്നോ? അത് നിനക്കല്ലേ. ഇനി നീ എൻ്റെ മേളിൽ മന്ദബുദ്ധി തരത്തിൻ്റെ മേൽ മന്ദബുദ്ധി തരമായി കാണിക്കുള്ളെങ്കിൽ അപ്പനേക്കാൾ പ്രായമുള്ള ഒരു മനുഷ്യനെ വെച്ച് എന്നെ പറഞ്ഞതിന് ഐ വിൽ ഗിവ് യു. പോട്ട്. സെൽഫ് ബൂസ്റ്റിങ്ങും കഴിഞ്ഞ് ഈ വിഷയവും കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയട്ടെ? ഇപ്പം ഞാൻ കേൾക്കാം. ഏയ് മഞ്ഞപ്പൂഞ്ഞോഞ്ഞ മാമനക്ക് മഞ്ഞി മാഞ്ഞ പൊമാഞ്ഞ. പിള്ളേരെ, ഐ ആം റിയലി ഹാപ്പി. 2 ആഴ്ചകളിൽ ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് എനിക്കിപ്പോൾ ഭയങ്കരമായ എനർജി വരുന്നു. വേർ ഈസ് ബൂസ്റ്റ്? വേർ ഈസ് ഹാർലിക്സ്? കലക്ക് കുടിക്കട്ടെ. ചായ കൂടി ഞാൻ നിർത്തി. ഇന്നു മുതൽ ഞാൻ ബൂസ്റ്റ് ആൻഡ് ഹാർലിക്സ് കഴിക്കാൻ പോകുന്നു. കാരണം വരും ദിവസങ്ങളിൽ എനിക്ക് അധിക ബലം വേണം അത്രേ. ഗ്രൂപ്പിൽ കിടന്ന് അറമാതിക്കരുത് പിള്ളേരെ, ഞാൻ എല്ലാത്തിനും പിടിച്ച് പുറത്താക്കും. അപ്പം ശരി, എന്നാൽ ശരി, ഗുഡ് നൈറ്റ്, പോട്ടാ. തള്ളി ഒരു മറിപ്പ. കലാപാനന്തരൻ അവൻ്റെയൊക്കെ അമ്മുമ്മയുടെ കല്യാണവും തേങ്ങയും 1-ാം കുരിസ് എടുത്ത് ചെവരിലടിക്കാൻ ആളില്ലാണ്ടത്. ഒരു വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ 1 അല്ല 2 വോയിസ് മെസ്സേജ് അയക്കാൻ ആ ലൈവിലാണ് ഉള്ളത്. ഇയാളിമാ ഞാനേ ഇന്ന് ഉച്ചയ്ക്ക് ലൈവ് വന്നതുകൊണ്ട് തന്നെ വൈകുന്നേരം ലൈവ് വരുന്നില്ല എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയില്ല, എന്നാലും ഒന്ന് വന്ന് ജസ്റ്റ് നിങ്ങളെയൊക്കെ കണ്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം വന്നതാണ് കേട്ടോ. സത്യമായിട്ട് അങ്ങനെ ഞാൻ പർപ്പസ്ലി വന്നതെന്നല്ല. എനിക്കങ്ങനെ ലൈവിലൊന്നും വരുന്നത് ഇഷ്ടമില്ല. എനിക്ക് സത്യമായിട്ട്
എനിക്കങ്ങനെ ലൈവിലൊന്നും വരുന്നത് ഇഷ്ടമില്ല. മാത്രമല്ല ലൈവൊക്കെ വെരി ഡേർട്ടി തിങ്സാണ്. മാത്രമല്ല യൂട്യൂബ് തന്നെ വെരി വൾഗർ സാധനമാണ്. സോ ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നന്നാവാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ മിക്കവാറും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നന്നാവാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പോകണ്ടേ, ഞാൻ ഇവിടെ ഇരുന്ന് എന്തോന്നീ ഹർഷ അജയ്. പിന്നെ ഇന്ന് ഞാൻ വേറെ ഒരു വീഡിയോ മൊത്തം കാണാനുള്ള സാവകാശം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ഭാഗങ്ങളെ കണ്ടുള്ളൂ. പിന്നെ ഞാൻ ആർക്കും സ്ട്രൈക്ക് കൊടുക്കില്ല എന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ട് ഞാൻ സ്ട്രൈക്ക് കൊടുത്തുന്നു. ഒച്ചോ എത്തിക്സ് ആ എത്തിക്സ് വേണ്ടേ? എടാ എത്തിക്സ് ഒക്കെ ആരോടെയാണെന്നറിയാം. എടാ ഞാൻ ഇത് ആരാ പറയണമെന്നറിയാം. എടാ മൂലത്തിൽ കുരുവുള്ള മൂലക്കുരു ഘാശാനെ ഇതാരെ പറയണമെന്ന് എനിക്ക് മനസ്സിലല്ലേ? എടാ നീ ഈ ലോകത്തുള്ള എല്ലാ ഫ്രോഡുകളെയും കൊണ്ടുവന്നിരുത്തി കഥ പറഞ്ഞാലും ഷെഫീനക്ക് താഴത്തെ പൂടെയാണ്. താഴത്തെ പൂടെയാണ്. വലിയ വലിയ ചെങ്കീരികളൊക്കെ വിളിച്ച് തുടങ്ങി. മോൻ വിളിക്കുമ്പോൾ ചേച്ചി പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല റിയാലിറ്റി. ഇതൊന്നും ആയിരിക്കത്തില്ല. കുഞ്ഞാനെ ന്യൂജൻ പുലാൻ ദേവി ഷെഫി. എനിക്ക് വയ്യ ഇങ്ങനെയൊന്നും ബൂസ്റ്റപ്പ് ചെയ്യല്. സംഭവം പറഞ്ഞ പൊങ്ങി ആഗസ്റ്റ് എത്തും. തകർത്തെറിയണ സകലതിനെ അല്ല പിന്നെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തിന് ചേച്ചി? പ്രതികരണ ശേഷിയില്ലാത്ത SH ബിന്ദു സ്ലോഗ്. പ്രതികരണ ശേഷിയില്ലാത്ത എന്നെ പൊയ്ക്ക ഇറങ്ങി എങ്ങോട്ടെങ്കിലും പൊയ്ക്ക. ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ എന്നിട്ട് പോകുന്നു എന്നൊക്കെ 1 മണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി. എന്നാൽ 1 മണിക്കൂർ എൻ്റെ കൊച്ചിൻ്റെ അനക്കൊക്കെ ഉണ്ടാ കുട്ടി വല്ലതൊക്കെ തിന്നുന്നുണ്ടാ ഈ സമയത്തിന്. യു ആർ നോട്ട് ഗോയിങ് എനിവെയർ. യു അഡിക്റ്റഡ് ടു യൂട്യൂബ്. സീരിയസ്ലി ഇങ്ങനെ തന്നെ പറഞ്ഞത്. ക്ലബ് ഹൗസ് വേണ്ടാന്ന് വെച്ച് ഇറങ്ങിയില്ലേ? ഉമ്മക്കൊരു വാക്കേ ഉള്ളു. ഹായ് ഷാജി. ഹായ് ഷെഫീന മേഡം. ഇജാണ് എൻ്റെ മുത്ത്. ഒരെണ്ണം കളയരുത് കേട്ടാ. ഞാൻ അവിടെ മുഴുക്ക കൊണ്ടുവന്ന് ഇണ്ടാസ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അവിടെ തെളിവ് കൊണ്ട് വയ്ക്കണം. ഇതെല്ലാം അടിച്ച് ദൂരെ കളയുമ്പോൾ തെളിവില്ല. അതുകൊണ്ട് എല്ലാം പറയ കെട്ടി വെച്ചോ. ഒരെണ്ണം കളയരുത്. പ്രത്യേകിച്ച് ചെരവാപ്പല്ല എന്നത് കളയരുത്. ഡണ്ട് ചേച്ചി നിങ്ങളുടെ ലാപ്ടോപ്പ് മൊബൈൽ ട്രിവാൻഡ്രം കമ്മീഷണർ എടുത്തു എന്ന് ആ സ്വർണ്ണക്കരണ്ടി വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ശരിയാണോ? ശരിയാ. എൻ്റെ ലാപ്ടോപ്പും ഇരിക്കുന്ന അതിപ്പോൾ ഇരിക്കുന്നത് അവിടെയാണ്. പിന്നെ എൻ്റെ മൊബൈൽ ഒരെണ്ണം നിങ്ങൾ എന്നെ കാണുന്ന 2ാമത്തെ മൊബൈൽ ഇവിടെയുണ്ട്. ഇത് രണ്ടും ഇപ്പം ഇരിക്കുന്നത് കമ്മീഷണർ ഓഫീസിലാണ്. കമ്മീഷണർ ഓഫീസർ ഇൻ മൈ ഹോം. പോരെ? ശരിയാ. എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഫുൾ ഓക്കെയാണ്. ഓക്കെ സന്തോഷം. ഐ ആം ആൾസോ. ഭാവന ബി. ഞാൻ ഉച്ചക്കിട്ട വീഡിയോയിൽ തന്നെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡോണ്ട് ആസ്ക് മീ സച്ച് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് വാട്ട് ദേ ആർ സെയിങ്. എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും എല്ലാം പറയുന്നില്ലേ. ഒളിച്ചു വയ്ക്കുന്ന ആളാണെങ്കിലല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നുണ്ട്. ഞാൻ ഒളിച്ചു വയ്ക്കാത്തടുത്ത് പിന്നെ ഇതൊന്നും ചോദിക്കുന്നില്ല. വാട്ട് കോക്കനട്ട് യു ആർ ആസ്കിങ്. ഓക്കെ എൻ്റെ കമൻറ്റ് നോക്കൂ. എന്താണ് സീന നിൻ്റെ കമൻറ്റ്? ഒരു പിണ്ണാക്കും കാണാൻ പോയി. ഈ പൊട്ട കണ്ണാടി ഒന്ന് മാറ്റണം മതി. എന്തൊരു കണ്ണ. ഹായ് ചേച്ചി. ഹായ്. എൻ്റെ ഒരു മോൾ എന്നെ വിളിച്ചിട്ട് പറയാനാണ് കേട്ടോ. നിങ്ങൾ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി കെട്ടി വന്നിരിക്കണം. ഒരു പൊട്ട് വാങ്ങിച്ചു തരാത്ത ആളാണ്. ഹൗ ഓൾഡ് ആർ യു ഷെഫീന? 17.5. ഇന്നലെ ആയതേ ഉള്ളൂ. ഇന്നാവുമ്പം 17.5 പിന്നെ ഒരു ദിവസവും. അത്രേ ആയിട്ടുള്ളൂ. മതിയാ? ഹായ് ഗീതു. അനക്ക് ഹൈഡ് മാറ്റാൻ ഉദ്ദേശമില്ലല്ലോ. അതെങ്ങനെ സംഭവിക്കണമെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടാ. പ്ലീസ്. അസീന ഷാജി. അതിന് മറുപടി കിട്ടി. യു മസ്റ്റ് ബി 55. എക്സാക്ട്ലി യു സെഡ് ഇറ്റ്. ഐ ആം 65. ഒരു 10 വർഷം വ്യത്യാസമുണ്ട്. 65. 18. അത് തന്നെ. വാട്ട് കോക്കനട്ട് യു ആർ ആസ്കിങ്. അത് ശരിയാ. 45.5. 65. 17.5. അത് കറക്റ്റാണ്. വാട്സപ്പ് നമ്പർ 7025584843. 7025584843. ഉച്ചയ്ക്ക് നിങ്ങൾക്കെതിരെ വന്ന ഭീഷണി ലൈവ് കണ്ടോ ഷെഫീന ബീവി? അതാരാ? എനിക്കെതിരെ ലൈവോ? ഭീഷണിയോ? എന്തിനി? ഞാൻ പൂലാൻ ദേവിയൊന്നുമല്ല. എറണാകുളത്തപ്പൻ ഉത്സവപ്പറമ്പിലാണ്.
അതാരാ? ആച്ചി ആൻഡ് മീ. ഹായ് ചിനു കോട്ടയം. നീ ഡാൻസ് കളിച്ചോ? നിനക്ക് നല്ല ഡാൻസ് വരുന്നുണ്ട്. അമ്മച്ചി പോടാ, വായി നോക്കി പോടാ സംഗി. തീർന്നാടേ, എല്ലാവരും ബഹളം തീർന്നു. എന്നാ ഞാൻ പാട്ടാ, നിനക്കൊന്നും പറയാനില്ല. പടച്ചോനെ, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാനും നിൽക്കാനും പോയി ഞാനിപ്പോൾ മാനത്തേക്ക് ഓടി കയറുവേ ശിവനേ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം മാറ്റുന്ന പുടയോനേ. അറിയത്തില്ല, ലിറിക്സ് അറിയത്തില്ല. ദുഃഖങ്ങൾ തീർത്തു സലാമത്തേകണേ പർഹാനേ. ബഷീനെ ഭീഷണി ചെയ്തവർക്കൊക്കെ കാറ്റ് പോയ ബലൂൺ പോലെയായി. കമ്മണി. നിങ്ങൾ സ്ട്രൈക്ക് കൊടുത്താൽ നിങ്ങളെ പൂട്ടുമെന്നാണ് അവർ പറഞ്ഞത്. രമേശ് വിദ്യ, നിങ്ങളെ സ്ട്രൈക്ക് കൊടുത്താൽ നിങ്ങളെ പൂട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഊഞ്ഞാഞ്ഞേ ഊഞ്ഞാഞ്ഞേ ഊഞ്ഞാനേ ഊഞ്ഞാഞ്ഞ. പിച്ചളക്കരണ്ടി പറ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, അവൾക്ക് നല്ല പണി കൊടുക്കണം. മോൻ്റെ ഫ്രണ്ട് ഇന്ന് ലൈവിൽ വന്നില്ലേ? നിങ്ങൾ സ്ട്രൈക്ക് കൊടുത്താൽ നിങ്ങൾ കൊടുക്കും. വീട്ടിൽ പോവണ്ട. ഓക്കെ, പോകുന്നില്ല. അയ്യോ അച്ഛാ പോവല്ലേ, പോണില്ല അന്നാച്ചി. ശിവനെ എന്ന് വിളിച്ച സംഘികളെ കളിയാക്കുന്നത് വെരി ബാഡ്. ശിവനാര് സംഘികളുടെ കുത്തകാവകാശ? അയ്യാടാ, ശിവനാ സംഘികളുടെ കുത്തകാവകാശ. ഓറ തനി ഫ്രണ്ട് കുതിരവട്ടത്തേക്ക്. അത് നിന്റെ തള്ളയെ കൊണ്ടുപോയാൽ മതി. ഹനീഫ മുനിയാണ്ടി ആ ഇൻഡാസ് എടുത്ത് കാണിക്കൂ. ഏതോ ബാർമുകിലിൻ അഗിനാവില് മുത്തായി നീ ബന്ദ്. ഇൻഡാസവിടെ ബോധം കെട്ട് വീണാണ്. വെള്ളമൊക്കെ കെടുത്ത് ആറ്റിപ്പൊടിച്ച് ഒരു മൂലയ്ക്ക് എടുത്തിട്ടുണ്ടായിരിക്കും. അയ്യമ്മ ബാണിങ്ങിയോ. സ്വർണ്ണക്കരണ്ടിയെ മൈൻഡ് ആക്കണ്ട. ഇത്താ റീച്ച് ആവാൻ നോക്കുന്ന DMK MLA വീട്ടിൽ സഹായിക്കുന്ന പെൺകുട്ടിയോട് ചെയ്ത ക്രൂരത അറിഞ്ഞോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഇവിടെ നേരമ്പളത്തെ ഇരുട്ടുന്നവരെ വേറെ യുദ്ധത്തിൽ ഇവിടെ വലിയൊരു യുദ്ധം നടക്കുകയല്ലേ അണ്ണ. രമേശ് അണ്ണ, ഈ യുദ്ധം തീരാതെ ഷെബീനെ ശ്വാസം വിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വൈ ബാൽക്കീസ് സുബാനു ഈസ് ആൻ ഇഷ്യൂ ബിക്കോസ് അവളുടെ കേസിൽ വീണ്ടും വിധി വന്നിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന്. അവരോട് ഹാജരാകാനും അവരോട് സറണ്ടർ ആകാനും പറഞ്ഞപ്പോൾ അവർ പറയുന്നു മോൻ്റെ കല്യാണം കൂടിയിട്ടും അച്ഛനും അമ്മയൊക്കെ നോക്കി അച്ഛനും അമ്മയൊക്കെ ചത്തിട്ട് വരാമെന്ന്. ബ്രാഹ്മണന്മാരെ പെട്ടെന്ന് പോയി അറ്റാക്ക് ചെയ്തോ എന്നാണ് ഞാൻ പറഞ്ഞത്. വോയിസൊക്കെ അങ്ങ് കേൾപ്പിച്ചു കൊടുക്ക് ചേച്ചി, വേണ്ടടേ. എന്നെ കളിയാക്കി പാടിയതല്ലേ? അയ്യേ, ഇൻഡാസ് ആരുമല്ല. 2 ഇൻഡാസ് എന്ന് ഉണ്ടംപൊരിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ആ 2 ഇൻഡാസ് വിൽ ആക്ട് ടുമാറോ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആക്ടിങ് ഐ വിൽ ചാർജ് അഗെയിൻസ്റ്റ് ബാലീസ്. ചേച്ചി എന്തിനാ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? കുറ്റമുള്ളത് കൊണ്ട് രമ്യ, നിങ്ങൾക്ക് എല്ലാ കുറ്റവും തീർന്നാണോ? പിന്നെ എനിക്കൊരു കുറ്റം ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ നാട്ടുകാരെ കുറ്റം പറയുന്നത്. എനിക്ക് കുറ്റം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. എനിക്കൊരു കുറ്റം ഇല്ലടി കൊച്ചേ, അതുകൊണ്ടാ ഞാൻ നാട്ടുകാരെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിച്ചു. മോൻ്റെ ഫ്രണ്ടിൻ്റെ പേരൻസൊക്കെ ഉണ്ടായിരിക്കും. അവർ പേരൻസൊക്കെ കണ്ടാലും എന്താ കുഴപ്പം? അവർക്ക് വാട്സപ്പ് ഉണ്ട്, അവർക്ക് മൊബൈലുണ്ട്, അവർക്ക് ഇത് ലൈവ് കാണാൻ പാടില്ലെന്ന തെത്തൂരം വല്ലതും ഉണ്ട്. അന്നക്കുട്ടി ഹൈ. എൻ്റെ പൊന്നന്നക്കുട്ടി, ഇത്രയും ഹൈ എന്തിനാ? ഒരു ഹൈക്ക് ഞാൻ തന്നെ മറുപടി തരത്തില്ല. വൈ ആർ റിപ്പീറ്റിംഗ് ദ സെയിം തിങ് അഗൈൻ. എന്നെപ്പോലുള്ള ഫേക്ക് ഐ ഡിക്കാരെ കുറിച്ച് ഷെഫീനയുടെ അഭിപ്രായം എന്താണ്? നിങ്ങളെ പോലെയുള്ള ഫേക്ക് ഐ ഡിക്കാർക്ക് എൻ്റെ നടുവരെ നമസ്കാരം പോരെ. സൺ ഓഫ് നാനു ഹായ്. രമ്യ പോയി വല്ല ഭക്തി ചാനലും കാണും എച്ചാറ്റിൽ. രമ്യ നിങ്ങൾ നല്ലത് പറയാണ്ട് ഒന്നും കേൾക്കുന്നില്ല. അതൊന്നും അവർ കേൾക്കത്തില്ല. ഇത് സബീന അബ്ദുൽ ജലീൽ കേട്ടില്ലേ? എത്ര പാവ ഒന്ന് കാണിക്കൂ. കാടിലെ എത്ര പവന ഒന്ന് കാതിലെ എത്ര പവന? മാളത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇറ്റ് ഈസ് ഓൺലി ഡ്യൂപ്ലിക്കേറ്റ്. 130 rupees. അവരെ കണ്ട്
എടി ഞാൻ പാവപ്പെട്ടോളടി ഷെബീന, എൻ്റെ മാപ്പിളക്ക് വലിയ പണമൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ഒരു അധ്യാപകൻ മാത്രമാണ് അദ്ദേഹം. പൈസ ഇല്ല, പാവം അടി, ഉള്ളതൊക്കെ കൊണ്ടേ പണയത്തി വെച്ചടി, വളർന്നില്ലടി, സത്യ. അവരെ കണ്ട് ചിരിക്കും. ആര്? പാവം പെൺകുട്ടിയെ MLA മരുമകൾ ദേഹം മുഴുവൻ പൊള്ളിച്ചതായി പറയപ്പെടുന്നു. സീറ്റ് കണ്ടില്ല. താങ്ക്സ് ഫോർ യുവർ സ്ട്രൈക്ക്. വെൽക്കം. താങ്ക്സ് ഫോർ യുവർ വീഡിയോസ്. യു ആർ ഗിവിങ് മീ സോ മെനി വീഡിയോസ്. എന്നെപ്പറ്റി ഇത്രയും നന്നായി ഒക്കെ പറയാൻ കുട്ടിക്ക് സാധിച്ചില്ലേ? APZ റിയാക്ട്സ്. യുവർ റിയാക്ഷൻസ് ആർ ടു ഗുഡ്. ഐ ലൈക്ക് ദാറ്റ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ കരുതി എന്നെ എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. മറന്നു പോകരുതല്ലോ. റിയാക്ട് ചെയ്തു, വീഡിയോ ചെയ്ത ശേഷം കുട്ടി എന്നെ മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുട്ടിക്ക് 2 സ്ട്രൈക്ക് എക്സ്ട്രാ തന്നത്. കിട്ടിയില്ലേ? താങ്ക് യു. വെൽക്കം. മഞ്ജുഷ സന്ധ്യ ഹായ്. ശ്രീ ആനന്ദ് പി എന്താ ഇന്നത്തെ സബ്ജക്റ്റ്? ഇന്ന് ബൽക്കിസ് ബാലുവാണ് സബ്ജക്റ്റ്. ചേച്ചി എന്നെ കണ്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഹായ് അയക്കുന്നു. ചേച്ചി ഇഷ്ടം. താങ്ക് യു എന്നെ കുട്ടി. മാപ്പിള നമ്മുടെ ട്രിവാൻഡ്രം. ഹായ് ചേച്ചി. ഹായ് ജിന്നെ. 2 അല്ല 3 സ്ട്രൈക്ക്. Yeah, it's a kind of 3 strike. Why these people are giving you strike, man? എന്താ കുട്ടി പ്രശ്നം എന്താ പറയൂ, ടെൽ മീ. ഷെബിൻ്റെ തത്ത ഇഷ്ടം. താങ്ക് യു ശ്രീനാഥ്. എൻ്റെ മെസ്സേജ് കണ്ടോ ചേച്ചി? കണ്ടല്ലോ ജെസ്സി, എൻ്റെ മെസ്സേജ് ഞാൻ കണ്ടല്ലോ. പിന്നെന്താ കാണുന്നതിനിപ്പോൾ എന്താ കുഴപ്പം? നമുക്കേ പച്ചക്കുതിരയെന്ന് പച്ച ചട്ടി കാണിച്ച വീഡിയോ ഇട്ട്, അത് അവളുടെ അമ്മായിയമ്മയുടെ കീറിയ ചട്ടിയായിരിക്കും. APS എന്തേ ചെയ്തു ഷാൻ? APS എന്നെ ഒന്ന് പുകഴ്ത്തി. 1 2 അല്ല 3 വട്ടം കാര്യമായിട്ടങ്ങ് പുകഴ്ത്തി. APSന് അത്യാവശ്യം വ്യൂ കുറവായിരുന്നു തോന്നുന്നു. വ്യൂ കിട്ടാൻ വേണ്ടി ഷെബീന എടുത്ത് വെച്ചങ്ങ് അമരാവതിച്ചു. കാര്യം അന്വേഷിക്കണ്ടേ? വാട്ട് കോക്കനട്ട് ഈസ് ഹാപ്പനിങ്? എന്തായിരിക്കും ഒരു സ്ത്രീ പബ്ലിക്കിൽ വന്നിരുന്ന് തെറി വിളിക്കുന്നത്? ആൻഡ് യു നോ ദാറ്റ് ഐ ആം എഡ്യൂക്കേറ്റഡ്. ഒരു വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു പെണ്ണുമ്പിള വന്നിരുന്ന ഒരു കാര്യമില്ലാതെ ആരെങ്കിലും തെറി വിളിക്കും? എല്ലാം തുറന്നു പറയാൻ കാണിക്കുന്ന ധൈര്യം. താങ്ക് യു ശ്രീനാഥ്. ഇത്തേക്ക് ഇനി എവിടെ പോവാനാ ഇഷ്ടം? ഡ്രീം പ്ലേസ്. അങ്ങനെ ഒരു പ്ലേസ് ഒന്നുമില്ല. എല്ലായിടത്തും മിക്കാറൊക്കെ പോയി വായി നോക്കി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്ലേസ് ഒന്നുമില്ല. റസീന എന്താ ജെട്ടി ഇടൂലേ? ഇല്ല, അതുകൊണ്ട് അവിടെ നിന്ന് കൊടുത്തുട്ടെ. ഷാനേ മാനേ എൻ്റെ പൊന്നാക്കളെ കൺട്രോൾ എത്തിയാൽ പിന്നെ ഞാൻ മുത്തനും മുത്തിക്കും മുത്തപ്പനും ഒക്കെ അങ്ങോട്ട് വിളിച്ച് അറമാച്ചോളെ. എൻ്റെ കൊച്ചു മിണ്ടാതെ അവിടെ കുത്തിയിരുന്ന അനക്ക് നല്ലത്. അല്ല അവിടെ ഇരുന്നുകൊണ്ട് ഞാണ്ടി കളിച്ച എൻ്റെ കാലത്തിൽ ഞാൻ ആറ്റാൻ പാമ്പ് വെച്ച് പൊട്ടിക്കും. മിണ്ടാതിരുന്നത് കേട്ടാ. 3 വീഡിയോസ് ചെയ്തു ചേച്ചി. നല്ല 3 സ്ട്രൈക്ക് അടിച്ചു തന്നു. സന്തോഷം. വെൽക്കം. ഇനിയും ചെയ്തോ മോനെ. ഇനിയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും ചെയ്തിട്ട് ഐ വിൽ ഡു ദാറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. വീണ്ടും തരാം. എന്നെ കൊണ്ട് അതല്ല പറ്റൂ കുട്ടി. എന്നെ കൊണ്ട് പറ്റണമല്ലോ എനിക്ക് ചെയ്യാൻ പറ്റൂ. പച്ചക്കുതിരയോ? അതാകത്തില്ല. സ്വർണ്ണക്കരണ്ടി എവള് വിളിക്കുന്ന പച്ചക്കുതിരയെന്നാ. ജെട്ടി എല്ലാവരും ഇടും. അതിനെന്താ? വേണ്ടടി, ചീത്ത വിളിക്കണ്ട. പോട്ട് പാവ കൊച്ചേർക്കനാ. ചേച്ചി യു ആർ ആസം. താങ്ക് യു. അനക്ക് പുതിയ ചങ്ങാതിമാരെ കിട്ടിയപ്പോൾ പഴയ ചങ്ങാതിയെ വേണ്ടെന്ന് വെച്ചുവല്ലോ. എന്തെങ്കിലും അൽബുലാതി അൽക്കൂസ് സാധനം ഇയാൾ വന്ന് എഴുതി കാണും. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ ഹൈഡാക്കിയത്. ഞാൻ പണ്ടേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങളെ സംഗീസം കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്, എനിക്ക് സംഗീകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാം. ഷെബീന ചേച്ചി ശരിക്കും എന്താ ജോലി? നമ്മൾ രാവിലെ എഴുന്നേറ്റ് സാമ്പാറും ചാറും ഉണ്ടാക്കുക, പിന്നെ കാറും കറിയൊക്കെ വയ്ക്കുക. പിന്നെ ഇവിടെ ചെടികളൊക്കെ ഉണ്ട്. അത്യാവശ്യം മുളക്, മല്ലി, മഞ്ഞൾ, കുരുമുളക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണക്കുക, പൊടിക്കുക, വറുക്കുക, തുണി കഴുകിയിട്ട് തുണി തുടയ്ക്കുക, തുണി കഴുകുക, പൈറ്റ് തുറക്കുക, പാത്രം കഴുകുക, ഇവിടെയൊക്കെ തൂത്ത് വരിയിടുക, അടിച്ചെടുക്കുക, ചോറ് തിന്നുക, TV കാണുക, പുസ്തകം വായിക്കുക, ഹസ്ബൻഡിനെ വിളിച്ച് ഹായ് 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 എന്ന് പറയുക, അമ്മയെ വിളിച്ച് ഹായ് 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 എന്ന് പറയുക, ഇച്ചേച്ചിനെ വിളിച്ച് ഹായ് 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 എന്ന് പറയുക, കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഹായ് 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 എന്ന് പറയുക. കുട്ടികൾ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും വീണ്ടും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക, വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുക, കുട്ടികളെ ഫീഡ് ചെയ്യുക, പിന്നെ ഇരുന്നുകൊണ്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ TV കാണുക, പുസ്തകം വായിക്കുക, എഴുതുക. ഇതൊക്കെ തന്നെയാണ്. നല്ല ജോലിയല്ലേ? സൂപ്പറല്ലേ? ഉച്ചക്കത്തെ ലൈവിന് ശേഷം പോയ കാര്യം നടന്നു. പിന്നെ ഇല്ലാണ്ട് വേളിച്ചില്ല. അവിടെ കിടന്ന് ഗുസ്തി പിടിച്ച് എല്ലാത്തിനെ എടുത്ത് വാനത്തി വെച്ചു. പിന്നെ അവസാനം എനിക്ക് സോറി പറയേണ്ടി വന്നു കേട്ടോ. പാവം പോലീസുകാരെന്ത് ചെയ്യും? ഒരു പാവല്ലേ? പൊന്നോ. ഇനിയോ നിർത്തി? നമ്മളില്ലേ അങ്ങനെ പറയരുത് കുട്ടി. വീണ്ടും ചെയ്യണം കുട്ടി.
ഞാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആവർത്തന വിരസത ഉണ്ടാകില്ല. ഷെഫീനയുടെ ഫോട്ടോ വെച്ചാൽ അനക്ക് വീണ്ടും റീച്ച് കിട്ടണമോ, എൻ്റെ ഫോട്ടോ എടുത്ത് വെക്കണം. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് തന്തയില്ലെന്നും തള്ളയില്ലെന്നും ഞാൻ തെറിത്താത്തയാണെന്നും ഞാൻ പബ്ലിക് ന്യൂസൻസ് ആണെന്നോ പൊതു ശല്യമാണെന്നോ ജിന്നെയും പറയണം കുഞ്ഞേ. എന്നാലേ എനിക്കൊരു പ്രതിച്ഛതനം ഉണ്ടാവുള്ളൂ. അല്ലടോ APZ റിയാക്ട്സ് XXX അപ്സല്ലടോ. പെട്ടെന്ന് മുരണ്ടി ഇങ്ങനെ വേണം പെണ്ണുങ്ങളായാലും. അല്ല വിനാംബിക. കുടുംബം, മക്കൾ, ശ്രീനാഥ് പി. എനിക്ക് കുടുംബമൊന്നുമില്ല, എനിക്ക് കുട്ടികളും ഇല്ല, മക്കളും ഇല്ല, ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അമ്മായിയമ്മ വിളിച്ച് ഹായില്ലേ. എനിക്ക് തലച്ചോർ ചിതലെടുത്ത കമ്മികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അന്നാണ് സത്യം. ചുമ്മാ അല്ലടാ നീ ഇങ്ങനെ ആയിപ്പോയത്. നട്ടാകുരുക്കാത്ത നുണ പറയണ തൃണമൂൽ കോൺഗ്രസ് നീ ഇങ്ങനെ തന്നെ ഇരിക്കും. ഷെഫീന ചേച്ചിക്ക് ബിഗ് സല്യൂട്ട് ആ ചെറ്റകൾക്ക് സ്ട്രൈക്ക് കൊടുത്തതിന്. ഗോകുൽ രാജസ് താങ്ക് യു. ഹായ്, എൻ്റെ അഡ്രസ്സ് ചോദിച്ച് ആളെ അയക്കുന്നുണ്ട്. കമൻറ്റ് തൊഴിലാളി. സീരിയസ്ലി ഹായ് മിയമ്മി ചേച്ചി. ആ മിവിക്ക് ഡ്രൈക്ക് കൊടുത്തല്ലേ, അവനല്ലേ ഫസ്റ്റ് കൊടുക്കണ്ടേ. ആ രാത്രി മാഞ്ഞു പോയി. കിട്ടിയവരൊക്കെ തിരിച്ച് മറുപടി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് മാപ്പില്ല എന്ന്. മാപ്പ് വേണമെന്നുള്ളവരൊക്കെ വരിയായി നിന്നാൽ മാപ്പ് കൊടുക്കാൻ കുറച്ച് സൗകര്യമായിരിക്കും. സൗകര്യാടിസ്ഥാനത്തിൽ ഞാൻ 1/1 മാപ്പുകൾ കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് തരാൻ അല്ലേ, ഞാൻ ചെയ്യില്ല. പിന്നെ ഞാൻ തന്നതാകും തള്ളയ്ക്കും ഒന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ തന്തയ്ക്കും തള്ളയ്ക്കും ഒന്നും പറഞ്ഞില്ല കേട്ടോ. ആണോ? ചാൻസ് കുറവാണ്. എന്തെങ്കിലും കുരുത്തക്കേട് പറയാതെ അവർ നിനക്ക് സ്ട്രൈക്ക് തരത്തില്ല മോനെ. ഫാക്ച്വൽ എറർ ചൂണ്ടിക്കാട്ടുമ്പോൾ കുരു പൊട്ടുന്നത് സ്വാഭാവികം. ഒരു പാട്ട് പാടുമോ? നാളെ പാടാം. എന്തൊക്കെയുണ്ട് വിശേഷം ഷെഫീന കുട്ടി? സുഖം. ശരിക്കും പറ, മക്കൾ എന്തെടുക്കുക? മക്കളിപ്പോൾ പ്രത്യേകിച്ചൊന്നും എടുക്കുന്നില്ല, ചുമ്മാ ഇരിക്കുകയാണ്. ഈസ് എ എത്തിക്സ് ഇല്ലാത്ത പട്ടി. ഷോ എൻ്റെ പൊന്നു, നീ നന്നായാടി. ഇങ്ങനെയൊന്നും പറയല്ലോ കേട്ടി. ചുമ്മാ ഇരിക്കും. ഇങ്ങനെയൊന്നും എഴുതിയിടരുത്. നല്ല കുട്ടിയാവും, ഡീസൻ്റ് ആവും. മാപ്പേ. രാത്രി ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഒരു ഷവർമ കഴിച്ചു. കാൽ ഓക്കെ ആയോ? കാലില്ലടേ, 2 കാലും താഴോട്ടില്ല. കാല് പകുതി വെച്ച് മുറിച്ച് കളഞ്ഞതാ. അത് ഇല്ലടേ, ഇല്ലാത്ത പിന്നെ ഓക്കെ ആവുന്നത് എങ്ങനെയാണ്? കാലൊന്നും ഓക്കെ ആവത്തില്ല. ഞാൻ ഞൊണ്ടിയ. ഐ ആം ഇൻ വീൽ ചെയർ ഓൺലി. എനിക്ക് കാല് സ്വാധീനമില്ല. ഇപ്പോഴങ്ങൾ അറിഞ്ഞ കാല് തോന്നില്ല. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് എൻ്റെ നാക്കും താന്നു പോവും. അറിയാ? ഹായ് മാം, ഹൗ ആർ യു? ഐ ആം വെരി ഗുഡ് പ്രിയ ടോക്സ്. ഹലോ APST. എന്തായാലും ചാനൽ പോയി, ടൈം കളയാതെ ന്യൂ ചാനൽ തുടങ്ങിക്കോ. എക്സാക്ട്ലി XXX. പെട്ടെന്നായിക്കോട്ടെ. നിങ്ങൾ പുതിയ ചാനൽ തുടങ്ങിയിട്ട് എന്നോട് ഒന്ന് പറഞ്ഞാൽ മതി. ഐ വിൽ ഗിവ് യു പ്രൊമോഷൻ. അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങളത് ശത്രുവാണെന്നൊന്നും എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. കുട്ടി പെട്ടെന്ന് തന്നെ ഒരു പുതിയ ചാനൽ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് തന്നാൽ മതി. കിട്ടിയ എത്ര ചാനൽ ഉണ്ടായിരുന്നല്ല, ഐ മീൻ എത്ര സംഭവം ഉണ്ടായിരുന്നു മോനെ, അതൊന്ന് കേൾക്കാനാണ്. വെറുതെ ഒരു കൊതി കൊണ്ട് ചോദിക്കുന്നത്. ഇജ്ജ് പോയിട്ടില്ലെങ്കിൽ എത്ര സംഭവം ഉണ്ടായിരുന്നെന്ന് പറയുമോ പ്ലീസ്? ഒരാണും പണ്ണി അമ്മേ വീഡിയോ സീക്രട്ട് സെക്കൻഡ് ഫുൾ ടൈം വീഡിയോസ് ഗെയിം. ഒരാണും പന്നി അമ്മാടെ വീഡിയോസ്. എന്തുവാടാ തോന്നിയ ദിവസം എഴുതിയിരിക്കുന്നത്? ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. സുനി. താങ്ക് യു സോ മച്ച്. ഗാഡ് ബ്ലെസ് യു. കാല് കണ്ടാൽ കൈ പോലെ ഇരിക്കും ചേച്ചിയുടെ. അതാണ് എടീ. ഇനി പുതിയത് തുടങ്ങണം. എല്ലാവരും സബ് ചെയ്യണം. തീർച്ചയായിട്ടും സബ് ചെയ്യാം മോനെ, ഞാൻ ചെയ്യാം കേട്ടോ. കളി കൊണ്ടുവന്നത് 3267 സബ് ഓൺലി. 3267. ചെറിയ ചാനലായിരുന്നോ? അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കിട്ടിയത്. സാരല്ല കുട്ടി, പോട്ടെ, ക്ഷമി. കമൻറ്റ് തൊഴിലാളികൾക്ക് അഡ്രസ്സ് കൊടുക്കൂ. വരുന്നതിനേക്ക് അടിച്ചു പരത്തി കടൽ വെള്ളത്തിൽ മുക്കി വെയിലത്തിട്ട് ഉണക്കി എടുക്കും. എക്സാക്ട്ലി. പേടിക്കുന്ന എന്തിനാ? അഡ്രസ്സ് കൊടുക്കാനാണ് ഞാനും പറയണം. ഷെഫീന ചേച്ചി, ഞാൻ കൂട്ടുകാരി ആയിക്കോട്ടെ. പീക്കാച്ചു. ഫേക്കുകളെ കൂട്ടുകാരിയാക്കുന്ന പരിപാടി എനിക്കില്ല. ബാദു സ്ലോക്ക് കൂയ് അലലൂയ ഗൂയ്.
3267. അല്ലട്ടാ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് കരയണത്? അനക്ക് എന്താ വേണ്ടേ ഇപ്പോൾ? അത് നീ പറ. എൻ്റെ 3 വീഡിയോ ചെയ്തേനു ഇല്ലേനു അത് പറ. ചെയ്തേനു. ഈ സംസ്കാര സ്റ്റൈൽ നല്ല സ്ഥലം. KM ചാക്കോ, താങ്ക് യു. സന്തോമാരി, ഞാൻ ശ്രമിച്ചിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ ശ്രമിച്ചിരുന്നില്ല, നിങ്ങൾ കള്ളം പറയണില്ല, ഞാൻ മിണ്ടൂല. എവിടെ സ്ഥലം? വീട്ടിലാണ്, ഇപ്പോഴിരിക്കുന്ന സ്ഥലമാണ്. ദിസ് ഇസ് കോട്ടയം. ഈ ചാനൽ പോയിട്ടില്ല, ഇതൊന്ന് പ്രൊമോഷൻ ചെയ്താലും മതി. ആൾ ഓഫ് യു ഗൈസ്. ഈ ചാനൽ പോയിട്ടില്ല. മറ്റത് പോയോ? മറ്റത് എത്ര ഉണ്ടായിരുന്നു? എന്നെ കൂട്ടുകാരനാക്കാമോ? സുനി ഇല്ല, പറ്റൂല, സോറി. അജു സനസ് വ്ലോഗ്. സുഖമല്ലേ? സുഖം. ഈ ചാനൽ പോയിട്ടില്ല, ഇതൊന്ന് പ്രൊമോഷൻ ചെയ്താലും മതി. ആൾ ഓഫ് യു ഗൈസ്, ഒരു കാര്യം ചെയ്യും, പ്രൊമോഷനൊക്കെ നമ്മൾ ചെയ്തു തരാം. പക്ഷേ നീ മേലിൽ ഷെബീന എന്ന മാറ്റർ എടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് കൂടെ എൻ്റെ ഫോട്ടോയും വെച്ചോ. ചെയ്യുകയാണെങ്കിൽ അന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. എൻ്റെ ഫോട്ടോ കണ്ട ആളുകൾ തള്ളിക്കയറൂടാ. ചെയ്തോ. എത്ര തവണ പറഞ്ഞു? എൻ്റെ വ്ളോഗിൽ എൻ്റെ നാട് ഫുള്ള് കാണിച്ചു, ഏത് വഴി വരാമെന്ന് വരെ കാണിച്ചു. ഇനി അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം. അപ്പം ഒലക്ക സബ് ചെയ്യും. നിങ്ങളെ ഇത്തായ ചൊറിഞ്ഞ ആളല്ലേ? പിള്ളേർ ചൂടാവുന്നതിന് മുമ്പ് കൊച്ചോടി രക്ഷപ്പെടാൻ നോക്കി. ഇതൊക്കെ ഭയങ്കര കുഴപ്പം പിടിച്ച പെണ്ണുങ്ങളാ, മൊത്തം പെണ്ണുങ്ങളാ. അതാ കുഴപ്പം. 1-2 മരുന്നിന് പോലെ 2 ആമ്പിള്ളേരേ ഉള്ളൂ. ബാക്കി എല്ലാം പെണ്ണുങ്ങളെല്ലാം കൂടെ അങ്ങ് തുടങ്ങും. ഞാൻ പിന്നെ കൈ പിടിച്ചാൽ നിൽക്കത്തില്ല, അപ്പം സോടിക്കും. അതാ നല്ലത്. അന്ന് സൈബർ അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഷെഫീനയ്ക്ക് കുറച്ച് നിരാശ മുഖമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഷെഫീനയ്ക്ക് സ്വാഭാവികമായ ഉത്സാഹം തിരിച്ചു വന്നു. എൻ്റെ മുഖം എന്നും ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഞാൻ ടയേർഡാണെങ്കിൽ ആ ടയേർഡ്നെസ് മുഖത്തുണ്ടാകും. അല്ലാത്ത പ്രാവശ്യം ഈ പോയത് ഇപ്പം ഇവനക്ക് ചെറിയ ചാനൽ പോയപ്പോൾ പോലും കരയുന്നുണ്ടല്ലോ. ചെബീനൊക്കെ വലിയ ചാനൽ പോയാലും ചെറിയ ചാനൽ ഐ വിൽ ബി സ്ട്രോങ്. നാണമില്ലേ? അപ്പോൾ അനക്ക് നാണമില്ലേ ഷാനെ? ആ ചക്കൻ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഇവിടെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ സംസാരിച്ചോട്ടെ. ഇതിൻ്റെ ഇടയിൽ കൂടെ വെടി വയ്ക്കുക. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം എടുപ്പിക്കുന്ന അപ്പസിൻ്റെ ബുദ്ധി. ഫോട്ടോ വെച്ചാൽ ഇനി സ്ട്രൈക്ക് തരാൻ അല്ലേ? നീ ഫോട്ടോ വെച്ച് മര്യാദയ്ക്ക് വർത്താനം പറയണമെങ്കിൽ ഇന്നെ എന്തിനു ഞാൻ സ്ട്രൈക്കണം? നീ ഫോട്ടോ വെച്ചോ, തിരിച്ചു ഒരു സ്ട്രൈക്ക് കൊടുക്കടോ. ഷബീന ചേച്ചി, ഞാൻ വന്ന് തുടങ്ങിയിട്ട് ലൈവ് തുടങ്ങിയിട്ട് ഒത്തിരി നേരമായി. ലൈവ് തുടങ്ങിയിട്ട് അന്ന ഹായ്. ആരുടെ ചാനൽ പോയി ചേച്ചി? എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ വന്ന് ഓരോന്ന് പറയുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ പാവല്ലേ. മാപ്പുകാരെ എങ്ങോട്ട് വിടണേ? 50 RS 100 RS. ഇന്ത്യയിലാണെങ്കിൽ 50, വിദേശത്താണെങ്കിൽ 100. അതാണ് എമൗണ്ടിൻ്റെ റേഷ്യോ. ഷജി, സൈബർ അറ്റാക്ക് ചേച്ചിക്ക് പൂച്ചപ്പൂട മാതിരി. അല്ല, താഴത്തെ പൂട മാതിരി. വെറും പൂച്ചപ്പൂടെന്നും പറഞ്ഞ് പൂച്ചപ്പൂടെ നീ അപമാനിക്കരുത്. ഓക്കെ. എന്തിനാ എല്ലാവരും ഈ പാവത്തിനെ കുറ്റം പറയണേ? ആരാ കുറ്റം പറഞ്ഞേ? ഇപ്പോൾ ഉണ്ടച്ചി പോലല്ലേ? ഉണ്ടച്ചിക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും വധങ്ങൾ നടക്കല്ലേ? 1-2 വധമാണ് ദിവസപ്രതി 2-3 വധങ്ങൾ ഇങ്ങനെ നടക്കുന്നില്ലേ? ശവങ്ങൾ കൊണ്ടിങ്ങനെ നേരം തട്ടിയിട്ട് ശവങ്ങൾ തട്ടിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നടക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളെ കൊണ്ട് ഇത്രയല്ലേ പറ്റും. ആദ്യം ഈ വധം തീരട്ടെ, ഇതൊന്ന് സെറ്റിൽ ഡൗൺ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു വലിയ തൂത്തുവാരലാണ് നടക്കുന്നത്. ക്ലീൻ അപ്പ് യൂട്യൂബ്. കണ്ണ് സൂപ്പർ. അങ്ങനെ പറയരുത്. ചെറുത് വലുത് എന്ന ചാനലൊക്കെ ഉണ്ടോ? എല്ലാവരുടെയും ചാനലല്ലേ? ഹായ് സുന്ദരി ചേച്ചി. ഹായ് ആശാനിഷ്. ഹായ് സുമി. ഹായ്. ഉണ്ടക്കി ചേച്ചിക്ക് വേണ്ടി വാദിച്ചവരുടെ ക്ഷീണം മാറട്ടെ ആദ്യം, എന്നിട്ട് ബാക്കി. പല കരച്ചിൽ നാടകവും ഇനി പ്രതീക്ഷിക്കാം, അതിൽ വീണു പോകരുത്. സുമി, ഒരു വർഷം കൊണ്ട് സാധാരണ ഒരു ചാനൽ ഒരു മിനിമം 600-700 ഒക്കെ കൊണ്ടുവരണം. ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് JB ഒക്കെ തുടങ്ങിയത്. JB 140 സംതിങ്ങിൽ എത്തിപ്പെട്ടു. ഞാൻ വളരെ സ്ലോ ആയിട്ട് കയറി വന്ന ആളാണ്. ഞാൻ അങ്ങനെ ഒരു രീതിയിലുള്ള പ്രൊമോഷനും ആരുടെടുത്തും പോയി റിക്വസ്റ്റും ഒന്നുമില്ല. ഒരു സ്ട്രൈക്കിൻ്റെ കാലാവധി കഴിയുമ്പം അടുത്ത സ്ട്രൈക്ക് വരുമായിരുന്നു എനിക്ക്.
ഈ 1 വർഷക്കാലവും സ്ട്രൈക്ക് ഇല്ലാതെ ആ ചാനൽ പോയിട്ടില്ല. ഓൾവേസ് സ്ട്രൈക്കായിരുന്നു. ഒരു സ്ട്രൈക്ക് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. ഈ സ്ട്രൈക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയാമോ? കൂടുതൽ ആളുകളിലേക്ക് അത് റീച്ച് ആകത്തില്ല. പിന്നെ നമ്മൾ റീൽസൊക്കെ ഇട്ട് വേണം റീച്ച് ആക്കാനായിട്ട്. അപ്പം റീൽസിന് ഇവറ്റുകൾ മരണമാസം റിപ്പോർട്ട് അടിക്കും. വലിയ 500 പേരടങ്ങുന്ന ഗ്രൂപ്പിലൊക്കെ കൊണ്ടിട്ട് കൊടുത്തിട്ട് റിപ്പോർട്ട് അടിക്കാൻ പറയും. ഇവരിരുന്ന് മെനക്കെട്ട് റിപ്പോർട്ട് അടിക്കും. ഈ റിപ്പോർട്ട് കാരണം ഓരോ വീഡിയോസും എടുത്ത് വെച്ച് ഇവർ റിപ്പോർട്ട് ചെയ്യുക. എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടത്തില്ല, ആരിലേക്കും റീച്ച് ആകത്തില്ല, സബ് ചെയ്തവർക്ക് പോലും എന്നെ റീച്ച് ആകത്തില്ല. സോ ഇറ്റ്സ് വെരി ഹാർഡായിരുന്നു ആ ഒരു ടൈമിലേക്ക് എൻ്റെ ചാനൽ, ആ ഒരു ടൈമിലേക്ക് എൻ്റെ ചാനലിനെ കൊണ്ടുവരാനായിട്ട്. ചെറിയ കാര്യമൊന്നുമില്ല കേട്ടോ. വളരെ കഷ്ടപ്പെട്ട്, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ആ പോർഷനിലേക്ക് എൻ്റെ ചാനലിനെ കൊണ്ടെത്തിച്ചിരുന്നത്. 1 മിനിറ്റ് കൊണ്ട് അവരതങ്ങ് അടിച്ചു കളഞ്ഞത് മാത്രമോ എന്തൊരു ആഘോഷമായിരുന്നു. തെറിത്താത്ത തീർന്നു, തെറിത്താത്തയുടെ യുഗം കഴിഞ്ഞു. തെറിത്താത്ത സാമൂഹിക ദുരന്തമാണ് ആ സ്ത്രീ, ഈ സമൂഹത്തിന്റെ ശാപമാണ് ആ സ്ത്രീ. ഇങ്ങനെയും തെറി വിളിക്കുന്ന ഒരു സ്ത്രീയോ? ഇവിടെ തെറി വിളിക്കുന്ന മഹാന്മാരാണ്. വിസിലി രാജ, അവനാണ് ആദ്യമായിട്ട് എനിക്കെതിരെ തെറിത്താത്ത എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോട്ടോ വെച്ച് കളിച്ചത്. ജംഷീർ ആരാണ് ഈ നാറി? ചെരവപ്പല്ല നാറി. 40 ലക്ഷം രൂപ പറ്റിച്ചുകൊണ്ടുപോയി പെണ്ണിനെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന അല്ല ലെവലാത്തി. ആരാണവൻ? എന്തൊക്കെ വേലത്തരങ്ങളാണ്. ഹണി ട്രാപ്പ്, ഡിഗ്രി ഇല്ല, ഉമ്മ രണ്ട് കെട്ടി, മോനുമായിട്ട് സെക്സ്. ഓഹ് എന്തൊക്കെയാണ്. അങ്ങ് അറുമാതികയല്ലായിരുന്നു. ഹൈക്കളി കൂടെ ഡെയിലി കള്ളത്തരം പറയില്ലേട്ടാ. ഇയാൾ എന്നെ വിളിക്കുന്ന പോലുമില്ല. ഇയാൾ എന്ത് വഴി കളിക്കുന്നേ? എത്ര പ്രാവശ്യം നമ്പർ തരണം? JB is a decent reactor. He is a good person and a crystal clear character. Of course, JBI എന്നെ ഇതുവരെയും എടുത്തു വെച്ച് ക്രിറ്റിസിസം ചെയ്തുകൊണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് ഇതുവരെയും ഈ നിങ്ങളൊക്കെ തന്നെ അറ്റാക്ക് ചെയ്തപ്പോഴും പുള്ളിയുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ കംപ്ലീറ്റ് അയാളുടെ ആൻസർ അതിനകത്തുണ്ട്. അയാൾ എന്താ പറഞ്ഞതെന്നറിയാം? ലോകത്ത് ഏറ്റവും വലിയ മഹാ അപരാധം 2 വിവാഹം കഴിക്കുന്നതാണെന്നൊരു ചോദ്യത്തിൽ അയാളെല്ലാം ഒതുക്കി. നിന്നെയൊക്കെ പേടിച്ചല്ലേ പറ്റുള്ളൂ. അയാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ആവശ്യമില്ലാത്ത ഈ വള്ളിക്കെട്ടൊന്നും എടുക്കുന്ന ടീമല്ല. അവൻ ജെന്യൂനായി നിൽക്കുന്ന വ്യക്തിയാണ്. നന്നായി അനലൈസ് ചെയ്ത് കൃത്യമായി പഠിച്ചല്ലേ ചെറുക്കൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇനി അവൻ്റെ തലയിൽ കയറണം. മുടി സ്റ്റൈൽ കൊള്ളാൻ ചേച്ചി. ഷെഫീന സ്റ്റേ സ്ട്രോങ്. ഫിലിമിൽ അഭിനയിക്കാൻ വിളിച്ചാൽ പോവുമോ? നജീന അസീസ്. എൻ്റെ പൊന്നാളെ മുറിയേണ്ടി എൻ്റെ വായെന്ന് കേൾക്കല്ലേ, ഓടും. JB is a decent reactor. Okay, me too. Hi. Tanuja is a very bad character. മോൻ വൈറ്റ് അയാൾ പറഞ്ഞില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് ഷെഫീനോട് ദേഷ്യം തോന്നും, ചിലപ്പോഴൊക്കെ ഷെഫീനോട് സ്നേഹവും തോന്നും. അത്രയൊന്നും വേണ്ടെന്ന്. നിങ്ങൾ സ്നേഹിക്കണമെന്നില്ല, ദേഷ്യപ്പെടണമെന്നില്ല, രണ്ടും വേണ്ട, മാറിയിരുന്നു. കള്ളം പറയാതെ ഇതാനെ കാണാൻ തുടങ്ങിയപ്പോൾ പ്രതികരിക്കാൻ പഠിച്ചു. ഗ്രേറ്റ്. ലുലുവിൽ പോകണം, കേക്ക് കട്ട് ചെയ്യാൻ. ബാ ചേച്ചി. എൻ്റെ എവിടെയടി ഇതിനൊക്കെ പുത്തൻ? ആരെങ്കിലും അയച്ചു തരുമോ? ജിന്യൂസിന് സ്ട്രൈക്ക് കൊടുത്തോ? പ്രവീൺ. കന്നൻ തിരിവ് വിളിച്ചു പറയുമ്പോൾ ഓർക്കണം, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് മാന്യമായി ചെയ്യണം. ചേച്ചിയെ ഇത്രയും തേജോവധം ചെയ്തിട്ട് ഇനി ഇവിടെ വന്ന് ചാനൽ പ്രൊമോഷൻ ചെയ്യണമെന്ന് കഷ്ടം. ചേച്ചി ഒരുത്തനെയും വിടരുത്. എന്തൊക്കെയാ അവന്മാർ കാണിച്ചു കൂട്ടിയേ? എക്സാക്ട്ലി. അപ്പസ്രിയായിട്ട് അങ്ങനെ പറയരുത്. ഈദു ഗോപാലകൃഷ്ണ അങ്ങനെ പറയരുത്. എടേ നിങ്ങൾ ഇതിന് മറുപടി പറയടേ. എനിക്ക് ഈ ചെക്കരോടൊന്നും പറയാം. എടാ നിനക്കിപ്പോൾ എന്തിനു വേണം? നിന്റെ പ്രൊമോഷനാണ്, അതിവിടെ നടക്കൂല, ഞാൻ പറയൂല. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആദ്യ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഉദ്ഘാടനവും സമാപനവും ഒന്നിച്ചായിരിക്കും. ആഘോഷം തുടങ്ങാൻ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. നയ്യാ പൈസയില്ല കയ്യിൽ, ഒരു നയ്യാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയ്യാ പൈസയില്ല. ഞാൻ എന്തോന്ന് ആഘോഷിക്കാൻ ചാന്തകുമാരി ടീച്ചറെ.
അമ്മക്ക് ഇതുപോലെ പൈസയൊന്നും കൊണ്ടുതരാൻ ആരുമില്ല. നമ്മൾ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ വലിയ കാശും പണമൊന്നുമില്ല. എങ്ങനെയും ഉരുട്ടി 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 പുരുട്ടി ഞാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ച് വണ്ടി കൊണ്ട് സ്റ്റാപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. മേൽക്കൊണ്ട് എന്തെന്ന് ചോദിച്ചാൽ ഒരു ഉണ്ടേ ഇല്ല. അപ്പസ് ചാനൽ അല്ലേ, ചാനലല്ലേ പോയുള്ളൂ, അപ്പസ് ചാനലിലേ പോയുള്ളൂ, ജീവൻ പോയില്ലല്ലോ. ഇത്തയുടെ ചാനൽ പോയപ്പോൾ ഇത്ര സ്ട്രോങ് ആയിട്ടാണ് നിന്നത്. സെൽഫ് റെസ്പെക്റ്റ് വിമൺ. അല്ലാതെ ഇവിടെ കരഞ്ഞു നിൽക്കല്ലേ ബ്രോ. അവൻ ചെരവപ്പല്ല് കാണിച്ച് ഇളിക്കുന്നത് കണ്ട് അറപ്പ് തോന്നും. അവൻ്റെ ഒരു പൊട്ടൻ ചിരി. അവന് നല്ല അടിയുടെ കുറവാണ്. അടിച്ച് പല്ല് ഒഴിക്കുകയാണ് വേണ്ടത്. നല്ല പച്ച തെറിയും അടിയുമാണ് കൊടുക്കേണ്ടത്. അടിച്ച് പൊട്ടിച്ച് കളയണം. അവൻ ഇനി ഒരു പെണ്ണിനെ തെറി വിളിക്കരുത്. അവൻ നാക്കെടുക്കരുത്. അത് പോലീസുകാരാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ അവരെ കയ്യിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇത്രയും അധികം ആഭാസവും വൃത്തികേടും പറഞ്ഞാൽ നാറി തക്കാളി സേഫിലാണെന്നാണ് വിചാരിച്ചത്. നിൻ്റെ സേഫ്റ്റിയൊക്കെ ഞാൻ തീർത്ത് തരാടാ. നിന്നെ ഞാൻ വലിച്ച് താഴെ ഇട്ട് നാട്ടുകാരെ മുമ്പിൽ ഇട്ട് ചവിട്ടി പൊളന്നില്ലെങ്കിൽ നീ നോക്കിക്കോടാ. നിനക്കുള്ള മറുപടി ഞാൻ തന്നിരിക്കും. നീ നാട്ടിൽ വാടാ. നീ വാ. എനിക്ക് ഇനിയുള്ള കളി ഞാൻ തരാം നിനക്ക്. നീ വാ. ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹൗസ്. വൈക. അയ്യോ എന്നെയാണ്. അപ്പസിന. ഓക്കെ, ഞാനെത്താൻ വൈകിപ്പോയി. ആണോ? ഇല്ല, ചെറിയ സമയമില്ല. എന്നാ ഞാൻ പോട്ടെ. സ്ട്രൈക്കും തന്നു, പ്രമോഷനും ഇല്ല. സ്ട്രൈക്കും തന്നു, പ്രമോഷനും ഇല്ല. ഏണി മനപ്പൂഞ്ഞ. ഞാനൊക്കെ ഒരു പാട്ട് കേട്ടോ. പോയിക്കോട്ടോ. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. എൻ്റെ ചാനലിൽ പോയപ്പം പ്രമോഷനും കൊണ്ട് ഇജ്ജ് വന്നാ? ഇല്ലല്ലോ. എൻ്റെ ചാനലിൽ പോയപ്പം എൻ്റെ ഒപ്പം വന്നിരുന്ന് സങ്കടപ്പെടാൻ ഇജ്ജുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഈ കൂട്ടർ മുഴുക്കെ എന്നെ ആക്രമിക്കുമ്പം നീയും കൂടെ എടുത്ത് വെച്ച് ആക്രമിച്ചില്ലേ? ആണല്ലോ. അപ്പം നിനക്ക് വിഷമമൊന്നും തോന്നിയില്ലല്ലോ? ഇല്ലല്ല. ഇപ്പോഴും തോന്നണ്ട. ഹാക്കർ എന്തോ വലിയ സംഭവം കണ്ട് പിടിച്ചു പോലെയാണ്. ഷീല. 50-60 വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നവർ ഷെഫീനയെ 2 പറഞ്ഞപ്പോൾ കുതിച്ചു കയറി വ്യൂ. മുന്നും പിന്നും നോക്കാതെ എല്ലാവരും അറുമാച്ചു. ഇപ്പം മോങ്ങുന്നത് എന്തിന്? എക്സാക്ട്ലി. ചിരവയ്ക്ക് കുറച്ച് കൊടുത്താലാമേ. ആ റസീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി. വലിയ വർത്താനമൊക്കെ പറയുന്നുണ്ട്. അവൾ എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. തീർത്തേരെ കൊടുത്തിട്ടുണ്ട്. ചിരവയ്ക്ക് കുറച്ച് കൂടുതലാണ്. എക്സാക്ട്ലി. കിട്ടിയ സ്ട്രൈക്ക് മേടിച്ച് പോക്കറ്റിൽ വെച്ചോ. ഇനി ഇവിടെ വന്ന് പ്രൊമോഷൻ കൊണ്ടുവരാൻ ഉളുപ്പ് വരും. ഇനി എത്ര കരച്ചിൽ കാണാൻ കിടക്കുന്നു? തുടങ്ങട്ടെ. പല്ലെന്നെ കൊടുക്കണം തീർച്ചയായിട്ടും. അഷിന ഷാജി. പൊട്ടട്ടങ്ങനെ പൊട്ടട്ടെ കുരുക്കളൊന്നായി പൊട്ടട്ടെങ്ങനെ പൊട്ടട്ടെ ജൽഠ. ഹായ് ചേച്ചി, ഞാൻ വന്നതേ ഉള്ളൂ. ഓക്കെ. റസീദ. ഷാരി പറഞ്ഞ് മാപ്പ് എവിടെ എടുക്കുള്ളൂ? മാപ്പ് പറഞ്ഞപ്പോൾ വിളിച്ചു പറയാം. അല്ലെങ്കിൽ വീണമ്മയെ വിളിച്ചു പറയട്ടെ. വീണ മോളെ പയ്യന്മാരടുത്ത് പറഞ്ഞ റസീക്ക് ഭയങ്കര കുഴപ്പമുണ്ട്, അങ്ങ് തീർത്തരാം. പെട്ടെന്ന് മാപ്പ് പറ. അനക്ക് ഇന്നീ സാധനമുണ്ട്. മാപ്പ് പറഞ്ഞു. അനുവിനു. ഹായ് ചേച്ചി. ഹായ്. സുറുമ എഴുതിയ മിഴികളെ പ്രണയമധുര തേൻ നുകരും സൂര്യകാന്തി പൂക്കളെ. എല്ലാം മനസ്സിലായി. ഹായ് ഷെഫീന ചേച്ചി. മോളെ ഇജറിഞ്ഞ കാര്യങ്ങളൊക്കെ. അയ്യോ തള്ളേ പള്ളി. ചിരിച്ച് പിന്നെയും ചിരിച്ച്. ഷെഫീന വിനീത് പോയി ആരെങ്കിലും പിന്നെ ഇത് ചെയ്താ ഇതിനകത്ത് വായി നോക്കേണ്ടിരുന്നു. ഒരു ദിവസം എന്നെ പെട്ടെന്ന് കാണാതാവും. അതിനകത്ത് പോയി ചെയ്യും. ഹായ് ഷെഫീന ചേച്ചി, ഞാൻ വന്നു. മാപ്പ്. ഓക്കെ. അപ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ. റസീനെ വെറുതെ വിട്ടേരാ. മാപ്പ് വന്നിട്ടുണ്ട്. ശരി. എന്തായാലും പാടൂ. എന്നാൽ പിന്നെ ഒരു ഡാൻസും കൂടിയ. കാല് സുഖമില്ലാത്ത ഞാൻ ഇപ്പോൾ ഡാൻസ് കളിക്കാൻ ബുദ്ധിമുട്ടല്ലേടാ മുറിയേണ്ടി. ചേച്ചി, അവരുടെ ചാനലൊക്കെ പോകുമോ? പോയാൽ സന്തോഷമായി. കർമ്മ എന്ന് ഉണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കാം. ചേച്ചി, അവരുടെ ചാനലൊക്കെ പോയാൽ സന്തോഷം ആയി. കർമ്മ എന്ന ഉണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കാം. എൻ്റെ പൊന്നു മോനെ, ഇറ്റ്സ് ഓൾറെഡി ഡൺ. പേപ്പർ വർക്ക് ഈസ് ഡൺ. ഐ എം ഓൺലി വെയിറ്റിംഗ് ഫോർ ദ ടൈം കൺസ്യൂം എന്ന് പറയുന്നത് ദേ ക്യാൻ. ഇപ്പം എന്താ പറയുക, അവർക്ക് നമുക്ക് കുറച്ചുകൂടെ സമയം തരുമോ എന്ന് ചോദിക്കാൻ പറ്റും. ദേ ആർ കോണ്ടാക്ടിങ് അസ്
ദേ വിൽ മേക്കേഴ്സ് കൺവിൻസ്, എന്നിട്ട് അതിനൊരു സെറ്റപ്പ് ഉണ്ടാക്കും എന്നൊക്കെ അവർ പറയും. ഡാ പെപ്സി ഉണ്ടോടാ, ഫ്രിഡ്ജിലുണ്ടോ, എടുത്തു. ഓ ദേഷ്യം കണ്ടാത്തോ എന്തുവാ. 12 മക്കളെ പെത്തൊരമ്മ, അന്റെ മക്കളിൽ ഇവനാണ് ഭ്രാന്തൻ. ഹൈ യു ട്രാൻസ്മിഷൻ കട്ടായി. ഞാനൊന്നും അറിഞ്ഞില്ല എന്താണ് പറയുന്നത്, എനിക്കറിയത്തില്ല. ചിലട്ട് എവിടെ ഒരാൾ വന്ന് ഭയങ്കര കരച്ചിൽ അവന്റെ ചാനലിൽ പോയെന്ന്, എന്തരാ എന്തോ. ചിരവപ്പല്ലൻ്റെ ചാനലും ജിനൂസ് ചാനലും പോകണം വിത്ത. ചിരവപ്പല്ലൻ്റെ ഒട്ടന്നെ പോകും. നാളത്തേക്ക് നമുക്ക് ആ ന്യൂസ് അറിയാം. പൊട്ടന്നെ പെട്ട് നിലയിൽ പൊട്ടിത്തെറിക്കി നമുക്ക് കാണാം. എൻ്റെ കെട്ടിയവനെ പോയി നോക്കിയിട്ട് വരാം. ആ ചെല്ലി പോയിട്ടോ. ശരി, ഞാൻ നോക്കിയായിരുന്നു, കണ്ടില്ല. റസി മിണ്ടാതിരുന്നോ, നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാം. കുഞ്ഞിനെ പിക്ക് വെച്ചതിന് ചേച്ചി അറിയണ്ട. അരെ ജിനു, യു ബ്രൂട്ടസ്, നീ അവരെ കൂടെ ചേർന്നോ? സമയം ഇനിയും വൈകിട്ടില്ല. അന്ന ഞങ്ങൾ ഉണ്ടച്ചിയെ കൊണ്ട് ചണ്ണപ്പക്കറയൊക്കെ വരപ്പിക്കും. ഓർത്താ, ഉണ്ടച്ചി ഇപ്പോഴും നമ്മുടെ സൈഡാ. നമുക്ക് ഇത് സെലിബ്രേഷൻ ചെയ്യണ്ടേ ഇത്ത? പിന്നെ തീർച്ചയായിട്ടും അന്ന, തീർച്ചയായിട്ടും നാളെ മറ്റന്നാളും ഒക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. എനി വൺ ക്യാൻ കം ആൻഡ് ജോയിൻ വിത്ത് മീ. വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഇറ്റ്. ഒരു കണക്കിന് ചാനൽ പോയത് നന്നായില്ലേ? 2024 ഏറ്റവും പുതിയതായി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലേ? അഫ്കോഴ്സ്, ഞാൻ അങ്ങനെയല്ലേ പറയുന്നത്. ബർത്ത്ഡേ എന്നാണ്, നവംബർ 12. ആരാ ചിരവപ്പല്ലൻ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? 16 തന്തയുള്ള ഒരു റാസ്കോൽ ഇല്ലേ, അവനെയാണത് പറഞ്ഞത്. 16 തന്തയുള്ള അല്ലല്ല വെലാതി വിദേശത്തിരുന്നു കൊണ്ട് ആ പെണ്ണുങ്ങളെ അമരാവതിക്കുന്ന അവൻ്റെ അമ്മ എന്തായിരുന്നോ അതിനെപ്പറ്റിയൊക്കെ ഒരു പ്രോപ്പർ ഇത് തന്നത്. ഇവിടെ പിജോ ജോസഫിനെ മെനങ്ങാന്ന് ഒരു കേസ് നെറ്റി അടിച്ചു കൊടുത്തെന്നാണ് പറയുന്നത് നമ്മുടെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ. ഡെയിലി കേസുള്ള ഒരു സ്ത്രീയാണ് അവൻ്റെ കാണപ്പെട്ട ദൈവം. ആരാണ് ഈ പിജോ ജോസഫ്? ചെരവപ്പല്ലൻ്റെ കാണപ്പെട്ട ദൈവമാണ്. ചെരവപ്പല്ല ഷെഫീനയുടെ പേർക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പോയി നോക്ക്. മെനങ്ങാന്നുണ്ട് ഒരു പെണ്ണുമ്പിളെ തല്ലിയെന്നോ എന്തെന്നാ ഗുണ്ടായുസം കാണിച്ചതിന് മെനങ്ങാന്നും ഒരെണ്ണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏറ്റുമാനൂർ പ്രദേശ്. എൻ്റെ വക ഇൻഡാസ് അവിടെ ഓൾറെഡി ഡൺ. 2 days ആയിട്ട് വരാൻ പറ്റിയില്ല. നന്നായി ചെൽറ്റ സിൻസിയർ. ആരെയാണ് പൊട്ടിച്ചത്? എല്ലാവരെയും പൊട്ടിച്ചിട്ടുണ്ട്. ചറ പറ തൂത്തുവാരി പറക്കി പൊട്ടിച്ചിട്ടുണ്ട്. ഞാനും 2 days ആയി വന്നിട്ട്. ബിസ്സയെ കാണാനില്ല. ക്യാരറ്റ് ജ്യൂസ് കൂടി ഛർദിയാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ജ്യൂസ് കുടിച്ച് ഛർദിയാണെന്ന് തോന്നുന്നു. ക്യാരറ്റ് വാങ്ങിയത് കഴക്കൂട്ടുന്നതാണ്. അയ്യോ ക്യാരറ്റ് എനിക്ക് പേടിയാ. അറിയാല്ലേ, അപ്പം മിണ്ടാതിരുന്നു. അനക്ക് കൊച്ചിൻ്റെ ഫോട്ടോ ഇന്ന് തന്നെ എടുത്ത് മാറ്റുന്നുണ്ട് ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ തിരക്കില്ല. ഇത്തയുടെ തമിഴ് ചാനൽ കണ്ടുപിടിക്കാൻ. നിങ്ങൾ ഏറ്റുമാനൂരാണ്, ഞാൻ വൈക്കം. ആഹാ, ഇനി എന്താണ് യൂട്യൂബ് ഹൈഡ് മാറ്റുന്നോ എന്ന് കാണാം. ശുഭം. ഓക്കെ, വീണ്ടും ഒരെണ്ണം കൂടെ ഞാൻ നോക്കട്ടെ, ശ്രമിക്കാം. ശരൺ പോയ വിൻസ്ത സന്തോഷമായി. ജാനമ്മ വ്ലോഗ്. കാറിലിരുന്ന് അപവാദം പറയുന്ന വ്ലോഗേഴ്സ് അവരുടെ പോയാൽ സന്തോഷമായി. തീർച്ചയായിട്ടും പ്രവീൺ. ഹർഷ അജയ്. ഇത്തയുടെ കൊപ്തി. അതെന്തോ പിള്ളേരെ ഇത്തയുടെ കൊപ്തി എന്ന് വെച്ചാൽ? അയ്യോ, ഇവരെന്നെ പറ്റി വെറും അപരാധങ്ങളും ഒക്കെയാണ് പറയണത്. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടേക്ക്. രാവിലെ 9 മണിക്ക് വേറൊരു ഇൻഡാസ് കൊടുക്കാണ്ട്. നാളെ 2 ഇൻഡാസുകളുടെ പ്രവർത്തന മേഖലയിലാണ് ഞാനുള്ളത്. പന്ത്രണ്ടു മക്കളെ പെട്ടോരമ്മേ, അന്റെ മക്കളിൽ നാനാണ് ഭ്രാന്തൻ. ട്രാൻസ്മിഷൻ കട്ട. എക്സാക്ട്ലി.
ആർക്കൊക്കെ ആർക്കൊക്കെയോ കമന്റ് കൊടുത്തു, എനിക്ക് തന്നു. അപ്പസ് റിയാക്ട്സ് മേളിൽ എഴുതിയിരിക്കുന്നൊന്ന് വായിച്ചാണ്. അപ്പസ് റിയാക്ട്സ് മേളിൽ എഴുതിയിരിക്കുന്നൊന്ന് വായിച്ചാണ്. അത് വായിച്ച ശേഷം അനക്കെന്ത് മറുപടി പറയാൻ തോന്നും? ടെൽ മീ. പോയാ പറ പെട്ടെന്നാവട്ടെ. ഇതോ മേളിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നല്ലോ, അതിന് മറുപടി ഒന്ന് എഴുതി. അതൊന്ന് പറഞ്ഞാണ്, മറുപടി ഒന്ന് പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. ഇതെടുത്ത് കുടിക്കാൻ. പോയാ? എല്ലാരും പോയാ? വന്നിരിക്കുന്ന സ്ഥിതിക്ക് അതിനൊരു മറുപടി പറ. മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ്? പറഞ്ഞാണ് ആ മേളിലുള്ള സാധനത്തിന് നിങ്ങൾ എങ്ങനെ മറുപടി പറയും? ടെൽ മീ, കം ഓൺ, സ്പീക്ക് അപ്പ്. യു മോനെ എടുത്ത് മനുഷ്യരാണ് പെറ്റ് നോക്കും നമുക്കിത്. അത് താഴോട്ട് വീണു. കൈ തൊടാൻ മോനെ, എവിടെ എത്രയാവും? എന്താ പറയാ? കുഴപ്പമില്ല. എനിക്ക് കാറൊന്നുമില്ല. എൻ്റെ കാറും കച്ചേരിയൊക്കെ വെക്കട്ടെ. മേളിലിട്ടിരിക്കുന്ന സാധനത്തിന് എൻ്റെ മറുപടി എന്താണെന്നല്ലേ ചോദിച്ചത്? അതിന് മറുപടി പറ. റിവെഞ്ച് റാണി, എക്സാക്ട്ലി. പറയൂ വർഷ, പറയൂ. കേൾക്കട്ടെ, ഞാൻ വന്നതേ ഉള്ളൂ. എന്ത് സാധന? അന്ന അജി പൃഥ്വിരാജ്. ബാക്കിലുള്ള ഫോട്ടോ ആരുടെയാണോ എന്തോ എനിക്കറിയത്തില്ല. എൻ്റെ ആ വൃത്തികേടിന് നിങ്ങൾക്ക് മറുപടി ഇല്ലേ? അത് അപ്പസിൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടിയാ? മോനെ, എൻ്റെ അണ്ണാക്കിൽ ആരെങ്കിലും ബോംബ് വെച്ച് പൊട്ടിച്ച ആ സാധനത്തിന് എൻ്റെ മറുപടി എന്താണെന്നൊന്ന് പറയണമെന്ന് ചോദിച്ചാൽ അനക്കെന്താ ഉത്തരമില്ല? അനക്ക് മിണ്ടാട്ട മുട്ടീനു പറയടാ. പെണ്ണുങ്ങളെ എടുത്ത് അർമാദിക്കുമ്പോൾ ഓർക്കണം, അല്ലെങ്കിൽ സത്യാവസ്ഥ എന്തെന്നറിയണം. അപ്പസ് റിയാക്ട്സ്. പറ. ആ എഴുതിയിട്ടിരിക്കുന്ന ഒന്ന് വായിക്കുമ്പോൾ താങ്കൾക്ക് എന്ത് ഫീൽ ചെയ്യണം? എയ്തർ അത് താങ്കളുടെ ചാനലിൽ വന്ന ഒരാൾ പറഞ്ഞാൽ ഹൗ യു വിൽ റിയാക്ട്? ആൻസർ മീ. ബൽക്കീസ് ബാനു എന്ന സബ്ജക്റ്റിൽ ഞാൻ സംസാരിക്കാനിരിക്കുന്നു. ഐ ആം ടോക്കിംഗ് ടു മൈ സബ്സ്ക്രൈബേഴ്സ്. ഇറ്റ്സ് എ ലൈവ് പ്രോഗ്രാം, ലൈവ് ഷെഡ്യൂളാണ്. എല്ലാവരും ലൈവിലാണുള്ളത്. ആൻഡ് ദേ ആർ ആസ്കിങ് മീ ക്വസ്റ്റ്യൻസ്. ഐ ആം ആൻസറിങ് ദം. ഈ ഒരവസ്ഥയിൽ ഒരാൾ വന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതി ഇട്ടു. വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ഫോർ ദാറ്റ്? അപ്പസ് പറ. പോയാ? ഓടിക്കളന്ന? രക്ഷപ്പെട്ട? പറ. പെണ്ണുങ്ങളെ എടുത്ത് അറമാദിക്കുമ്പോൾ ഓർക്കണം, അല്ലെങ്കിൽ സത്യാവസ്ഥ. അവൻ ഓടി. അപ്പസ് കഞ്ഞി എടുക്കട്ടെ? പോയാ? എന്നാൽ ഞാൻ മറുപടി പറയാം. പഞ്ചായത്ത് വാണത്തിനുണ്ടായ, പഞ്ചായത്ത് വിടക്കിനുണ്ടായ, 16 തന്തയ്ക്കുണ്ടായ, പല രീതിയിൽ പലരോട് അറുമതിച്ച് നടക്കുന്ന വീട്ടിലെ പെണ്ണുങ്ങളെ കണ്ടു വളർന്ന, തന്തയില്ലായ്മ സ്വന്തം അഴകായി ചേർത്ത് വെച്ചിരിക്കുന്ന ഇത്തരം മൈക്കിളാഞ്ചികളെ പടവലങ്ങ തൊട്ട്, പുളിശ്ശേരി തൊട്ട്, കാച്ചല് തൊട്ട്, സാമ്പാർ തൊട്ട്, അവിയൽ തൊട്ട്, ഫ്ലവർ ഉൾപ്പെടെ കണ്ടതെല്ലാം ചേർത്ത് വെച്ച് വിളിച്ച് അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും നെറ്റിയടിയും കൊടുത്ത് നേരിട്ട് വന്നാൽ 1/2 ഇഞ്ച് സാമാനമുണ്ടല്ലോ, അത് കട്ടി പട്ടിക്ക് ഇട്ടുകൊടുത്ത് ചെവിക്കൽ നോക്കി ഒരെണ്ണം കൊടുക്കുക മാത്രമല്ല അവനെ സബ്മിറ്റ് ചെയ്യും പോലീസ് സ്റ്റേഷനിൽ. ആൻഡ് ദെൻ ഇഫ് പോലീസ് പറയണു അവനെ എടുക്കത്തില്ല, പറ്റില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കോടതി മുഖാന്തരം കേസെടുപ്പിച്ച് അവൻ്റെ കുടുംബത്തിലുള്ള ഓരോ പെണ്ണുങ്ങൾക്കും നാണക്കേടുണ്ടാകുന്ന രീതിയിൽ അവനെ നാണം കെടുത്തി നശ കൊശയാക്കി അവൻ്റെ അസ്ഥിവാരം തോണ്ടും ഞാൻ. എങ്ങനെ? എപ്പോ? നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ. ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ്. മനസ്സിലായ?
നിന്റെ തള്ള അതായത് കൊണ്ടാണ് നീ അത് എഴുതി വെക്കുന്നത്. ഞാൻ വിട്ടുവെച്ചെന്ന് പറഞ്ഞാൽ അപ്പസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയുള്ള മറ്റേ മലബാണങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കണമെന്നാണ്. ആൻഡ് യു ഗൈസ് ആർ മൈ ഫ്രണ്ട്സ് റൈറ്റ്? സ്റ്റാർട്ടപ്പ്. ഈ നാറിക്ക് നിങ്ങൾ മറുപടി കൊടുക്കുക, ഞാനത് റീഡ് ചെയ്യും. ഞാനായിട്ട് പറയത്തില്ല, നിങ്ങൾ മറുപടി കൊടുക്കുക, ഞാൻ റീഡ് ചെയ്യാം, എഴുതിയിടും. ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്താ നാക്കില്ലേ? നിങ്ങൾക്ക് എന്താ പ്രതികരിക്കണ്ടേ? ഈ സാധനം പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കേട്ടോണ്ടിരിക്കാം. നിങ്ങൾ പ്രതികരിക്കുക, ഞാൻ എഴുതാം, എഴുതിയിട്ടേക്കാം. എഴുതല്ലേ? എഴുതടാ. വേണ്ടേ? നിങ്ങൾക്ക് പ്രതികരിക്കാൻ വയ്യല്ലേ? ഞാൻ മാത്രം പ്രതികരിക്കണം അല്ലേ? ഷക്കീർ ഹുസൈൻ മുണിയാണ്ടി, ഇത് നിന്റെ ഉമ്മയാണോ അവൻ പറയണേ? അപ്പം നിനക്കത് കേട്ടിട്ട് സുഖമുണ്ടോ? അല്ല ഷക്കീറെ, ഞാൻ അറിയാത്തോണ്ടോ നിന്റെ ഉമ്മച്ചിയാണോ അവള് പറയണത്? ശ്വേത എന്ന് പറയുന്ന ഫേക്ക് ഐ ഡിയിൽ വന്നിരുന്ന് ഈ അപരാധിക്കുന്നത് നിന്റെ ഉമ്മച്ചിയാണോ? അത് നിനക്ക് ഇഷ്ടപ്പെട്ട? സുഖിച്ചോ? എന്നാ ഏറ്റെടുത്തോടാ, നീ എടുത്തോ. അത് എന്നെ എല്ലാം പറയണത് നിന്റെ ഉമ്മായിയാണ്. പോരെ പോയെ. ഞണ്ണാക്കില് സാധനം കുത്തിക്കയറ്റി തന്നു, അത് വെച്ച് പൊട്ടിച്ചാലേ പറ്റുള്ളൂ. നറി ഗഡ്സ് ഉള്ളവനാണെങ്കിൽ, തൻ്റെ ഇടമുള്ളവനാണെങ്കിൽ നേരിട്ട് വാ. ഇതിന് മുമ്പ് ഒരുത്തരുന്നുണ്ട് പറഞ്ഞു, അവസ്ഥ എൻ്റെ അപ്പനെയും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തീർത്ത് ഞാൻ കെട്ടിയിരിക്കും. ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. തീർത്ത് കെട്ടുന്നതിൻ്റെ കോണവധികാരം എന്താണ്? ഇതൊക്കെ ഞൊളയ്ക്കാൻ പറ്റും. ചെബീനെ പ്രവർത്തിക്കുന്നുള്ള. നേരിട്ട് വന്നാൽ നിന്റെ ചാമനെ ഞാൻ ചവിട്ടി പൊട്ടിച്ച് നാട്ടുകാർക്ക് മനസ്സിലാകുന്നില്ല. ഇത് പറയുന്ന ഒരൊറ്റ നാറിയേക്കും. നേരിട്ട് വരാനുള്ള ധൈര്യമില്ല. നേരിട്ട് വരാനുള്ള ധൈര്യം ഒരു നാറിയേക്കും ഇല്ല. അതാണ് ജനിച്ച് മനസ്സിലാവാത്തത്. ജിനുവാ ഒന്നും മനസ്സിലാതിരിക്കുകയാണെന്ന്. അപ്പസ് ഓടി വയ്ക്ക് പുല്ല് മുളക്കില്ല. എക്സാക്ട്ലി, രക്ഷപ്പെടുമല്ലോ. ഐ ലൈക്ക് യുവർ സ്ട്രോങ് സ്റ്റാൻഡ് ഓൺ ഇഷ്യൂസ് ആൻഡ് ഹാവിങ് യുവർ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ. ദ ഓൺലി വൺ തിങ് ഐ ഡോണ്ട് അപ്രീഷിയേറ്റ് വാസ് യുവർ ബ്ലൈൻഡ് സപ്പോർട്ട് ഓഫ് ഡോക്ടർ റോബിൻ. കൂളിംഗ് ഗ്ലാസ് ഇട്ട കോപ്പൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടാകും. ജിനു ശുനേശൻ എന്തുവാടെ ഇങ്ങനെയൊന്നും എഴുതല്ലേ, പാവല്ലേ. ഹായ് എവരി വൺ. ശ്രുതി ലക്ഷ്മി അലിങ്കൽ. ഷെറിൻ മിന്നൽ പോലെ വന്നതും പോയി. ഷെറിൻ ഓടി രക്ഷപ്പെട്ടു. കൊച്ചുങ്ങൾ അടുത്തുണ്ടാവും. ഞാൻ പറയാൻ പോണത് അതാണല്ലോ, നമുക്ക് ഹെഡ്സെറ്റ് ഉണ്ടാവത്തില്ല, അതുകൊണ്ടുള്ള ഓടി രക്ഷപ്പെട്ട് കാണും. വൈ യു ആർ ആംഗ്രി വിത്ത് എവറിബഡി? നജീന അസീസിന് ഇത്ര നേരം ഇരുന്നിട്ട് അതാണോ മനസ്സിലായത്? ഐ എം ആംഗ്രി വിത്ത് എനി വൺ? ഐ എം നോട്ട് ആംഗ്രി വിത്ത് എനി വൺ. ഇഫ് സംവൺ ഈസ് എന്നോട് മോശമായി പെരുമാറി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ മക്കളടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്, എൻ്റെ കുട്ടികളടുത്ത് എപ്പോഴെങ്കിലും ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ടോ? എൻ്റെ ഉമ്മച്ചിയുടെ അടുത്ത് വഴക്കിടുന്ന കണ്ടിട്ടുണ്ടോ? എൻ്റെ ബ്രദേഴ്സിൻ്റെ അടുത്ത് വഴക്കിടുന്ന, എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് വഴക്കിടുന്ന കണ്ടിട്ടുണ്ടോ? എൻ്റെ ഹസ്ബൻഡിനോട് തല്ലി പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കിയ ഒരു കേസോ പ്രശ്നമുണ്ട്. എന്തിനധികം അയലുമൊക്കെ തങ്ങേരിട്ട് ഞാൻ ഭയങ്കര ലഹളയാണ്. അങ്ങേര് ഞാനും തമ്മിൽ ഒരു കേസുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കും. അങ്ങേര് ഞാനും തമ്മിൽ എന്നും ഗുസ്തിയാണ്. അതിർത്തി തർക്കം, അവയാളുടെ ചക്ക ഇപ്പുറത്ത് വീണ്, എൻ്റെ മാങ്ങ അപ്പുറത്ത് വീണ്, ഇതൊക്കെ തന്നെ ഡെയിലി ആയിട്ടാണ്. പക്ഷേ ഇത്തവരെ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇത് തന്നെ മറുപടി, അത്ര തന്നെ. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല ചേച്ചി. എന്തിൻ്റെ അർത്ഥം? നിനക്ക് വെറുതെ അല്ല ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അലീന. ഹായ് ഷെഫീന. ഹായ് ജിനു. ഓടനെ അവൾ പറഞ്ഞത് മനസ്സിലായില്ല. ഇതാ തോന്നിവാസം പറയുന്നതിൻ്റെ പിടുക്ക് വിറയ്ക്കുന്ന രീതിയിൽ മറുപടി പറയണം. അതാണ് ഓരോ പെണ്ണും ചെയ്യേണ്ടത്. അല്ലാതെ കരഞ്ഞു കൂവി തല താഴ്ത്തി ഇരിക്കുകയല്ല വേണ്ടത്. ഗീതു ഗോപാലകൃഷ്ണ, യു സെഡ് ഇറ്റ്. എത്ര ദിവസം നിങ്ങളിത് കേട്ടോണ്ടിരിക്കും? ഷെഫി പറഞ്ഞതിനപ്പുറം ഒരു മറുപടി വേണം. ഒളിഞ്ഞിരിക്കാതെ നേരിട്ട് ചെല്ലു, ധൈര്യമുണ്ടെങ്കിൽ. എക്സാക്ട്ലി. സാറമ്മൾ പോയിട്ടില്ല, അങ്ങനെ ഞങ്ങൾ പോകില്ല. കിളിക്കൂട് എന്തുവാ മെസ്സേജ് ഇട്ടത്? ഞാൻ എന്നാ വീഡിയോ ഇട്ടതിന് ശേഷം വേണമാണ് ഞാൻ ഒറ്റയ്ക്കായി എന്നും പറഞ്ഞ് എനിക്ക് ഫേക്ക് ഐ ഡി വൃത്തികെട്ട കമൻറ്റുകളൊക്കെയാണ് ഇടുന്നത്. പറയാൻ കൊള്ളത്തില്ല, വേശിന്നൊക്കെയാണ് ഇടുന്നത് അവർ. ആ കമൻസ് ഒക്കെ എടുത്ത് ദൂരെ കളയുക. അത് ഒരു പ്രത്യേകതരം ടീം വർക്കാണ്. അവർ മനഃപൂർവ്വമായിട്ട് വന്ന് അങ്ങനെ ചെയ്യുന്നതാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആ പണി കൊടുക്കാറുണ്ട്.
അത് റസീനയെ അനുഭവിച്ചിട്ടുണ്ട്, ഓസ് മലയാളി അനുഭവിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാവർക്കും കിട്ടാറുണ്ട്. സോ നിങ്ങളത് റിമൂവ് ചെയ്യുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ വളർത്തിയ രീതി അനുസരിച്ച് ഏതെങ്കിലും ഒരു പെണ്ണിനെ പോയി വേശാന്ന് വിളിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങളതല്ല. നിങ്ങളതാണെങ്കിൽ നിങ്ങളുടെ മകൻ പോയി മറ്റൊരാളെ അങ്ങനെ വിളിക്കുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ വിളിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആ പേരിന് ഉത്തരവാദിയും അവകാശിയും. അതങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഈ പേരിന് നിനക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഈ പേരിന് അർഹത നിനക്ക് തന്നെയാണ്, വെച്ചോടാന്ന് പറഞ്ഞങ്ങ് ഒതുക്കി വിട്ടുതരാം. ദാറ്റ്സ് ഇറ്റ്. Jinu and Veena, please don't take in wrong way. Since you guys have started a fresh chapter, please don't bother about someone whom you don't like. That brings only negative, which might spoil a minimum of your happiness. അതൊരു വാസ്തവമാണ്. അത് ഞാൻ പലപ്പോഴും അവളോട് പറയുന്നതാണ്. വളരെ വാസ്തവമായിട്ടാണ് അഖില അത് കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും തന്നെ ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം മേഡം എൻ്റെ വേറൊരു വീഡിയോയിൽ വന്ന് വേശി എന്നൊക്കെ കമൻ്റ് ഇടുന്ന മേഡം എൻ്റെ എല്ലാ വീഡിയോയിലും അവർ വന്ന് വൃത്തികെട്ട കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അതിന് ഹൈഡ് ഫ്രം ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതങ്ങ് അടിച്ച് കളയുക. അവരുടെ കമൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. ഹൈഡ് ഫ്രം ചാനൽ എന്ന് അടിച്ച് കളഞ്ഞിട്ട് യു കീപ് ഗോയിങ്. ഇത് തന്നെ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അവർക്കും അവരുടെ റിലേറ്റീവുകൾക്കും ഒക്കെ ഉള്ള ഒരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഓൾ ആർ ബിലോങ്സ് ടു മലയാളം. അവർ എല്ലാം തന്നെ ആ കാറ്റഗറിയിൽ പെട്ടവരായതുകൊണ്ടാണ് അവരത് പറയുന്നത്. അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതല്ല, വേറെ മാർഗ്ഗമില്ല കേട്ടോ. ഇഗ്നോർ ചെയ്തിട്ട് അവോയ്ഡ് ചെയ്തേക്കുക, അതാണ് നല്ലത്. സീക്രട്ട് ഏജന്റ് എന്ത് ഉടായിപ്പാണ് അവൻ. ബഷീർ ബാലച്ചേട്ടൻ ഇവരൊക്കെയാണ് അവൻ്റെ റോൾ മോഡൽസ്. അവൻ്റെ ഒക്കെ കൂട്ടത്തോടെയുള്ള ആക്രമണം ഇനിയെങ്കിലും ഒന്ന് നിർത്തട്ടെ. ശ്രീകുട്ടി സത്യൻ. ഹൈഡ് യൂസർ ഫ്രം മൈ ചാനൽ, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അത് എടുത്ത് അങ്ങ് കളഞ്ഞാൽ മതി കേട്ടോ. അതെടുത്ത് അങ്ങ് ദൂരെ കളഞ്ഞാൽ മതി. സോ ഇറ്റ്സ് വെരി ഈസി. അപ്പോഴേ തന്നെ പൊയ്ക്കോളും. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതി നല്ല വീഡിയോസ് ഇടുക. നാട്ടും പുറത്തെ വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കാരണം ഞങ്ങൾക്കൊക്കെ അത് കുറേ ഓർമ്മകൾ ഉണ്ടാവും. കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. കീപ് ഗോയിങ്. നന്നായിട്ട് വരട്ടെ. മറ്റുള്ളവരുടെ പ്രോബ്ലത്തിലൊന്നും തലയിടാൻ പോകണ്ട. നിങ്ങളൊരു പ്രാവശ്യം ഒരു അബദ്ധത്തിൽ പോയി ചാടി. അയാസോ ഞാനും അങ്ങനെ തന്നെയായിരുന്നു, അബദ്ധത്തിലാണ് പോയി ചാടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊരു വിഷമാണ്, അതൊരു വിഷജന്തുവാണ്. അവൾ കാരണം ഇപ്പോൾ എത്ര പേർക്ക് അവരുടെ ചാനൽ നഷ്ടപ്പെടുന്നുണ്ട്. എത്ര പേർക്ക് പലരുടെയും ഉപജീവനമാണിത്. പലരും തുടങ്ങിയതേ ഉള്ളൂ. ഒരുപാട് പേർക്ക് അവരുടെ ഇത് നഷ്ടപ്പെടുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാനാകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓൺസ് ഞാൻ ഡിസൈഡ് ചെയ്ത് ഒന്നിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ്. 2 വീക്സ് ഞാൻ വളരെ ചിന്തിച്ചു, വളരെ ആലോചിച്ചു. എൻ്റെ വീഡിയോ ഇത് സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞെങ്കിലും എനിക്ക് അത്ര ഇത് വരത്തില്ലായിരുന്നു. പകരം കളിയാക്കലുണ്ടല്ലോ ഇത് എടുത്തു വെച്ചിട്ട്, അത് മാപ്പർഹിക്കുന്ന തെറ്റല്ല. അത് പോയി എന്ന് വളരെ സന്തോഷത്തോടുകൂടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞവർക്ക്, ഈ സ്ട്രൈക്കിന് വേണ്ടി പ്രൊമോട്ട് ചെയ്തവർ ഇനി പുതിയ ചാനൽ ഇട്ട് കൊണ്ടുവന്നാലും ഒരാളും ആക്സെപ്റ്റ് ചെയ്യരുത്. ഒരാളും അവരെ പ്രൊമോട്ട് ചെയ്യരുത്. അവരുടെ വീഡിയോസ് കാണാൻ പോകുകയേ ചെയ്യരുത്. ബിക്കോസ് അവരൊരിക്കലും ജനുവിൻ അല്ല, മനുഷ്യരെ അല്ല. അതാണ് നിങ്ങൾ ശരിക്ക് പറഞ്ഞാൽ നിങ്ങളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതാണ് ഇത്തരക്കാരെ അകറ്റി നിർത്തുക. ഇത്തരക്കാരെ ഒരു കാരണവശാലും കാണാനോ പ്രൊമോട്ട് ചെയ്യാനോ പോകരുത്. സപ്പോർട്ടിന് പോലും പോകരുത്. സച്ച് ഇൻ കേസ് കുറച്ച് വ്യൂ കൂടുതൽ കിട്ടുക, ആളുകൾ കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ പോയി മാസീവ് കമൻറ്റ് ഇട്ട് കൊടുക്കുക. ഇവൻ വെറും ഫ്രോഡാണ്, ഇവൻ വെറും സോഡാ കുപ്പിയാണെന്ന്. എങ്ങനെ ഇവനൊക്കെ വിളിക്കാൻ തോന്നുന്ന എന്തോ, എങ്ങനെ ഇവനക്കൊക്കെ വിളിക്കാൻ തോന്നുന്ന എന്തോ. സോഡാ കുപ്പിയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ഇവൻ്റെ ഭാര്യയെ പറഞ്ഞോ? ഇവൻ വേറെന്തെങ്കിലും പറഞ്ഞോ? ഇവൻ ആ പെണ്ണിന് വേണ്ടിയിട്ട്, ഈ ക്യാരറ്റിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിടാ. ഇവനെങ്ങനെ വിളിക്കാൻ തോന്നുന്ന എന്തോ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ വീഡിയോ? പബ്ലിക് വേസ്റ്റ്. തനുജ ഈസ് എഫക്റ്റഡ് ബൈ പബ്ലിക് വേസ്റ്റ്. ഹാ, എന്തായിരുന്നു പെർഫോമൻസ്. വ്യൂ ഇല്ലടാ. ഹൗ ക്യാൻ യു, ഹൗ ഡെയർ യു. എങ്ങനെ വിളിക്കാൻ തോന്നടാ നിനക്ക്? ഞാൻ ഇരുന്നത് സ്റ്റേഷനായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ നല്ല തന്നിട്ടുണ്ടാവുമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് എനിക്ക് തിരിച്ചു തരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ നല്ല തന്നിട്ടുണ്ടാവുമായിരുന്നു. എന്ത് അർഹതയുണ്ടോ നിനക്കുള്ളത്? നീ എന്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റിലാണ് എന്നെ വിളിച്ചത്? ഇവൻ ചെയ്തൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുണ്ട് എനിക്ക്. പശുവിൻ്റെ വീഡിയോ, പശുവിൻ്റെ പെണ്ണുങ്ങൾ രണ്ടും കൂടെ ലോകഹമത്തെ എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഞങ്ങളെ നോക്കിയിട്ട് അസൂയപ്പെടുന്നുണ്ടെന്ന്. ബിക്കോസ് ഞങ്ങൾ ടുഗദർ ആണെന്ന്. മനസ്സിലായോ? ഞങ്ങൾ ടുഗദർ ആയതുകൊണ്ട് ലോകമെന്ന് ഇത് കണ്ടപ്പോൾ യൂഷ്വലി അവരുടെ അടുത്ത് ഞാൻ അവരുടെ ഒരിതും കാണാൻ പോകുന്നതിന് പകരം അവരെന്തെങ്കിലും ഇതുപോലെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്യുന്നതിനപ്പുറം ഞാൻ അവരെ ഒന്നിനും കാണാൻ പോകത്തില്ല. ബിക്കോസ് എനിക്ക്
ശ്രേയ അയ്യരെ പറ്റിയിട്ടുള്ള സ്റ്റോറി കിട്ടിയ ശേഷമാണ് ഞാൻ ഇവനെ ഏറ്റവും ക്രൂരനായി നോക്കിയിട്ടുള്ളത്. സോ ഈ വിഷയം ഞാൻ എടുത്തു വെച്ച് ഒരു റീൽസ് ചെയ്തിട്ടു. ഭാസ് റീലായി അത്. മൊത്തം മുറി ടീമും അതിൻ്റെ താഴെ വന്നു. അയ്യോ എന്തോ ഒരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കമൻറ്റ് തൊഴിലാളികളുണ്ടാവും. മാസീവായിരുന്നു, മാസീവ് അറ്റാക്കായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റാത്ത അറ്റാക്കായിരുന്നു അത്. ഞാൻ എന്ത് ചെയ്തു, കമൻറ്റ് ബോക്സ് അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചു. പോയി കിടന്നുണ്ടാക്കി, എനിക്ക് ഇങ്ങടെ കമൻറ്റ്സ് കാണണ്ടായി. പിന്നെ ഞാനൊരു വീഡിയോ ഇരുന്ന് ചെയ്തു. ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ ഒരു പെൺകുട്ടിയുടെ ഇഷ്യൂ ആണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചിട്ട് അതിനകത്തൊന്ന് കമൻ്റ് ഇടരുത്. ഇതിങ്ങനെയാണ്, അമ്മച്ചി തള്ളച്ചി, അമ്മച്ചി തള്ളച്ചി, അമ്മച്ചി തള്ളച്ചി. ഇത് അവൻ്റെ ആൾക്കാരാണെന്ന് മനസ്സിലാക്കി അത്ര ബോധം വിവരമൊന്നും വേണ്ട. ഞാൻ അന്ന് എന്ത് ചെയ്തു, മിണ്ടാതിരുന്നു. നോക്കുമ്പോൾ ഇത് എടുത്തു വെച്ചിരിക്കുകയാണ്. പസീർ പസുവിൻ്റെ ഫാമിലിയെ നോക്കിയപ്പോൾ ഈ തള്ളച്ചിക്ക് യു ആർ ഹാവിങ് ജലസ് പറഞ്ഞതാണ്. ജലസ്, 2 പെണ്ണുങ്ങളെ ഒരുത്തം വെച്ച് ചെയ്യുന്നത് കാണുമ്പം എനിക്ക് അസൂയ തോന്നിയെന്ന് എന്നോട് പറയണത്. വാട്ട് മാനർ എനിക്ക് അവരോട് അസൂയ. നിങ്ങൾ ഇന്നവരെ എത്ര വീഡിയോസ് എൻ്റെ കാണുന്നത്. എന്ത് ജുവൽസാണ് ഞാൻ ഇട്ടുകൊണ്ട് വന്നിട്ടുള്ളത്, എന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. ഡ്രസ്സ് കണ്ടാൽ തോന്നും, ജുവൽസ് കാണുമ്പോൾ തോന്നും. ഒന്നും വേണ്ട, ഹസ്ബൻഡ് നമ്മുടേതായിരിക്കണം, ഇത് ഷെയർ ചെയ്യൂ. ഞാൻ ചെയ്യൂല. അതിൻ്റെ കൂടെ കഴുതകളെന്ന് ഞാൻ ആ പെമ്പിള്ളേരെ വിളിച്ചിരുന്നു. കഴുതകൾ, സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത 2 കോവർ കഴുതകൾ. ഇതായിരുന്നു എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ കഴുത, അവരെ കഴുതയെന്ന് വിളിച്ചാൽ നിങ്ങൾ പട്ടിയാണെന്നോ, നിങ്ങൾ വേറെന്തരാണെന്നോ, എരുമയാണെന്നോ എന്തോന്ന് തന്നെ അവൻ പറഞ്ഞു. വളരെ മോശമായിട്ട് പറഞ്ഞു. ഞാൻ അതിന് മറുപടി കൊടുത്തു. കിത്തുവിൻ്റെ അടുത്ത്, കിത്തുവാണത് പറഞ്ഞത്. ഇപ്പം അവൻ്റെ പെണ്ണുമ്പിളയെ പണ്ടുന്ന കിത്തുവാണ് പറഞ്ഞത് എന്നെ പറ്റി അങ്ങനെ ഒരു വേർഡ്. ഞാൻ ആ വേർഡിൽ തന്നെ പിടിച്ചിട്ട് തിരിച്ച് മറുപടി കൊടുത്തു. ഈ ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് മറുപടി കൊടുത്തു. നിങ്ങൾക്കറിയോ, ഞാൻ ലൈവ് ഇട്ടു. ലൈവ് ഇട്ടപ്പം ലൈവിൽ വന്നിട്ട് പറഞ്ഞു, നമ്മളെല്ലാവരും എൻഡ് ഓഫ് ദ ഡേ യൂട്യൂബേഴ്സാണ്, നമുക്കിത് ഫർഗെറ്റ് ചെയ്യാം, നമുക്ക് നന്നായിട്ട് പോകാം. അപ്പം ഞാൻ പറഞ്ഞു, ബ്രോ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, നിങ്ങൾ എൻ്റെ വഴിക്ക് വരരുത്. നിങ്ങളെപ്പോലെ റീച്ചിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ, എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് എന്ന്. അടുത്ത വീഡിയോ വന്നു, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക പ്രതിബദ്ധത, സാമൂഹിക പ്രതിബദ്ധത, സാമൂഹിക പ്രതിബദ്ധത. അതെന്താണടാ? അച്ഛൻ ഏതാണെന്ന് ചോദിക്കുന്ന കണക്ക് ഉണ്ടായിരുന്നു, അച്ഛൻ ഏതാണെന്ന് ചോദിക്കുന്ന കണക്ക് ഉണ്ടായിരുന്നു. സാമൂഹിക പ്രതിബദ്ധത, വാകീറിപ്പോയി എൻ്റെ, കണ്ടിട്ടില്ലേ വാകീറിയുള്ള വർത്താനം. സാമൂഹിക പ്രതിബദ്ധത, എൻ്റെ വാ തുറന്ന ഫോട്ടോയാ വരുന്നത്. എന്നാടാ കൊണ്ടുപോയി വെച്ചോ, എടുത്തുകൊണ്ട് വെയ്യടാ, എൻ്റെ ഫോട്ടോ കൊണ്ട് വയ്ക്കടാ. നിനക്കൊക്കെ എൻ്റെ വാകീറിയ ഫോട്ടോ അല്ലേ ഉള്ളൂ, അല്ലാത്തൊന്നുമില്ലല്ല. കൊണ്ടുപോയടാ, കൊണ്ടുവയ്ക്കുന്ന കൊണ്ടുവയ്ക്കും, കാണട്ടെ ഞാൻ. കൊണ്ടുവയ്ക്കടാ, ഡിഗ്രേഡ് ചെയ്യണ്ടേ, ഷെഫീനായ ഡിഗ്രേഡ് ചെയ്യണ്ടേ, കൊണ്ടുവയ്ക്കും. ഈ ഇന്റർനെറ്റ് കണ്ടുപിടിച്ചാൽ ഷെഫീനെയും ഷെഫീനയുടെ പല ശത്രുക്കളും ഒരിക്കലും കണ്ടുമുട്ടുക പോലും ഇല്ലായിരുന്നു. അഫ്കോഴ്സ് കണ്ടുമുട്ടും, തീർച്ചയായിട്ടും കണ്ടുമുട്ടും. ദേ ആർ പൊളിറ്റിക്കലി ബാഡ് ആൻഡ് സോഷ്യൽ ഈവിൾസ്. ഞാൻ സോഷ്യൽ ഈവിളിനെതിരെ നിൽക്കുന്ന ലേഡി ആയതുകൊണ്ട് 100% കണ്ടുമുട്ടും. ഇവനെയൊക്കെ ചെരിപ്പടി ഞാൻ കൊടുത്തിട്ടുണ്ടാവും. മിണ്ടായിരിക്കുന്ന ലേഡിയൊന്നുമില്ല ഞാൻ. നിങ്ങൾക്ക് എന്താ? ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഷെഫീന ബീബിയെ ചാനൽ സ്ട്രൈക്ക് ആയപ്പോൾ. സന്തോഷിച്ചോണ്ട് ഇപ്പൊ കിട്ടുമല്ലോ, ഇപ്പൊ സൂഹിക്കുന്നുണ്ടാവുമല്ലോ. കാരണം ഈസ് സോ ബ്രൂട്ടൽ, നെവർ എവർ ഫർഗീവ് ദാറ്റ് ഫെലോ. എക്സാക്ട്ലി അലീന, എക്സാക്ട്ലി. ആൻഡ് പിന്നെ നടന്നത് എന്താണെന്ന് അറിയാമോ? അതിൻ്റെ കമൻറ്റിൻ്റെ താഴെ പിന്നെ ഇവൻ വന്നൊരു കമൻറ്റ് ഇട്ടു, പച്ചു താങ്ക് യു ബ്രോ. ആ തള്ളച്ചിക്ക് ഭ്രാന്താണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയിലുണ്ടാവും. ഞാൻ കമൻറ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് എൻ്റെ എടുത്തു വെച്ചിട്ടുണ്ട്. തളച്ചിക്ക് ഭ്രാന്താണ്, അതുകൊണ്ടാണ് ഞാൻ അവർ പറയുന്നതിന് മറുപടിയൊന്നും കൊടുക്കാത്തത്. എനിക്ക് ഭ്രാന്ത്, കാമഭ്രാന്ത് എടുത്ത് അരയിഞ്ച് KUN കൊണ്ട് നാട്ടിലുള്ള പെണ്ണുങ്ങളെ അവൻ ഡീസൻറ്റ് ഷെഫീനാക്കി ഭ്രാന്ത്. വാവ്, അതിന് ലൈക്ക്, താങ്ക്സ് ബ്രോ, ലവ് യു, ഹാർട്ട്. പിന്നെ എന്തുവായിരുന്ന കളർ. ഞാൻ കണ്ടതിൽ വെച്ച്, ലോകത്തിൽ വെച്ച് ഏറ്റവും നികൃഷ്ട 2 ജന്തുക്കളുണ്ടെങ്കിൽ പശുവിൻ്റെ 2 പെണ്ണുങ്ങളാണ്. ഏറ്റവും 2 വേഷജന്മങ്ങൾ, 2 വേഷകൾ. ഞാൻ തുറന്നു തന്നെ പറയും, അത്രത്തോളം വൃത്തികെട്ട 2 ജന്മങ്ങൾ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും വേഷജന്മങ്ങൾ ആ 2 എണ്ണമാണ്. 3ാമതൊരു പെണ്ണ് ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. അവളെ അതിക്രൂരമായി തല്ലി, കൈയും കാലും തല്ലി ഒടിച്ചു എന്നറിയാം. പിന്നെ എന്ത് പേക്കൂത്താണ് ഇവളുമാർ കാണിക്കുന്നത്, എന്ത് പോക്കൃത്തരമാണ് ഇവളുമാർ കാണിക്കുന്നത്. എത്രയോ വൃത്തികെട്ട ടൈമായിരുന്നു. അപ്പോൾ ചിക്കറട്ടെണ്ണൻ ഉടനെ എൻ്റെ അടുത്ത് വന്ന് മാപ്പും കോപ്പും പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്ലോ കളയിച്ച് അവിടെ മാപ്പ് പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ചെയ്തിട്ടിരിക്കുന്നു. അവസാനം എന്താ വീഡിയോയുടെ അറ്റമെന്ന് അറിയത്തില്ല. മുൻപ് അറേബ്യൻ കുണ്ടനെതിരെ ഞാൻ കിടന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നതിനകത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നു, മുഹമ്മദ് നബിക്കെതിരെ.
മുഹമ്മദ് നബിക്കെതിരെ അല്ല സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നെ മോശമെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ഒരു കഥ നിന്റെ നബിക്കുമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു. അത് എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്തു. മിടുക്കൻ. ഇത്രയും വലിയ ചാനലാ, എന്തൊരു വ്യൂ ആയിരുന്നു തന്നെ അറിയാമോ? മില്യൺ വ്യൂ പോയ സാധനം. ഈ മില്യൺ വ്യൂ കാണുന്ന ഇസ്ലാമിയർക്ക് എന്നോട് പക തോന്നുന്നത് സ്വാഭാവികമല്ലേ? എന്തടിസ്ഥാനത്തിൽ ഞാനത് പറഞ്ഞെന്നവർക്കറിയോ? എന്തുകൊണ്ട് ഞാനത് പറഞ്ഞെന്ന് അവർ ചിന്തിക്കുക പോലും ഇല്ല. അപ്പോൾ അതേ രീതിയിൽ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി അവനെതിരെ കേസ് കൊടുക്കണമെന്ന് എൻ്റെ വക്കീൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. ഞാൻ പറഞ്ഞ കാര്യം തന്നെയല്ലേ അവ എടുത്തിട്ടിരിക്കുന്നത്, പറയാത്ത കാര്യമല്ലല്ലോ. വിട്ടേരെ, ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞത്. അത് ഇഗ്നോർ ചെയ്ത് ഞങ്ങൾ കളയുകയും ചെയ്തിരുന്നു. ഫറൂഖ് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് തരാമോ? ഇഗ്നോർ ചെയ്ത് വിട്ടേക്കാനാണ് ഞാൻ പറഞ്ഞത്. തിരിച്ച് പിന്നെ അവൻ്റെ കുറേ ഡയലോഗ്സ് കാപ്പിപ്പൊടിയിലൂടെ ചേർന്നിട്ട് പിന്നെ അവൻ ചെയ്യുന്നതൊക്കെ ഞാൻ എടുത്തു വെച്ച് നോക്കി. ഈ നമ്മുടെ മോൻ്റെ നിന്റെ സ്കൂളിൽ വന്ന അയാളുടെ പേരെന്തരുവനെ ഉണ്ണി മുകുന്ദൻ ഇഷ്യൂ എന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ് ഉണ്ണി മുകുന്ദൻ. എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ എടുത്തു വെച്ച പിന്നെ അങ്ങ് അറുമാതിക്കുന്നുണ്ട്. പശുവിൻ്റെ ചന്തി പോലെയാണ് അവൻ്റെ മുഖം, അത് ഇത് എന്ന് പറഞ്ഞാൽ. എനിക്ക് അവൻ്റെ പൊളിറ്റിക്സ് അല്ല വിഷയം. അവൻ സംഖ്യ എന്ത് കുന്താവട്ടെ, എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടം. അവൻ അഭിനയിച്ച പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അവൻ ഏറ്റവും ജെന്യുവിനായി അഭിനയിച്ചത് ഒരു സിനിമയുണ്ടല്ലോ, ഈ വസ്തു കച്ചവടത്തിൻ്റെ സിനിമ. കറക്റ്റ് സാധനം അവൻ പറഞ്ഞു. സൂപ്പർ ഡൂപ്പർ ആയിരുന്നു അതിൻ്റെ കഥയും ബാക്കിയുള്ളതും ഒക്കെ. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ. എനിക്ക് അതിനകത്ത് അവൻ്റെ ക്യാരക്ടറും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവനെയാണ് ഇവൻ അമരാവത വർത്താനം പറഞ്ഞത്. ഞാൻ അവൻ്റെ ഒപ്പം നിന്നു. എൻ്റെ കൂടെ നിന്നവർ എല്ലാവരും സർവ്വരും ചേർന്ന് എൻ്റെ അടുത്ത് വഴക്കിന് വന്നു. അത് ചെയ്യരുത്, ഞാൻ ചെയ്യൂന്ന് തന്നെ പറഞ്ഞു. അവൻ സംഖ്യയോ അതിൻ്റെ വിഷയമല്ല, ഞാൻ അവൻ്റെ ഒപ്പം തന്നെ നിൽക്കുമെന്ന് തന്നെ പറഞ്ഞിരുന്നു. അപ്പോഴും തുടങ്ങി. അടുത്ത് വന്നത് ഫരീദ ഇഷ്യൂ ആയിരുന്നു. ഫരീദ ഇഷ്യൂ വന്ന ഉടനെ അടുത്ത ചാപ്റ്ററും കൊണ്ടിറങ്ങി. എന്നിട്ട് ഈ പറയുന്ന കാപ്പപ്പൊടിയും കൊണ്ട് എന്നെ അങ്ങോട്ട് അങ്ങ് വലത്താന്ന് വിചാരിച്ചു. കാപ്പിപ്പൊടി ഒരു വീഡിയോ ചെയ്തു. കാപ്പിപ്പൊടിക്ക് മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തു. ഈ പറയുന്ന ഏത് പോലീസ് സ്റ്റേഷനിലാണോ നിങ്ങൾ കൊടുത്തൊരു കള്ളക്കേസ് എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ളക്കേസ് എടുത്തവർക്ക് ഞാൻ മറുപടി കൊടുത്തേ മാറുള്ളൂ എന്ന് പറഞ്ഞാൽ മറുപടി കൊടുത്തേ മാറുള്ളൂ. അന്ന് ഞാൻ വന്നിട്ട് എൻ്റെ കൃത്യമായ എവിഡൻസ് ഉൾപ്പെടെ പറയാം. കേസിന് ആധാരമായ രേഖകൾ സബ്മിറ്റ് ചെയ്യണം. വേർ ഈസ് ദാറ്റ് എവിഡൻസ്? ദേ ഡോണ്ട് ഹാവ് എനി എവിഡൻസ്. അങ്ങനെ ഒരു സാധനവും ഇല്ലാതെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. മുല്ലപ്പൂ ഫയൽ ചെയ്ത പെറ്റീഷനാണ്. ഐ എം വെരി താങ്ക്ഫുൾ ടു യു. ആൻഡ് നീ ഇതേപോലൊരു അവസ്ഥയിൽ വന്ന് എന്നോട് കെഞ്ചുന്ന ദിവസം മോശമില്ലാതെ വരുവടി. അന്ന് ഞാൻ പറഞ്ഞുതരാം. ജീവിതകാലം മുഴുക്ക നീ കരയാനുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ജീവിതകാലം മുഴുക്കെ നിനക്ക് കരയേണ്ടി വരും. ഞാനത് കരുതി വെച്ചിരിക്കുകയാണ്. നിന്നെ ഞാൻ കരയിക്കും. പ്രോമിസാണ്. ചെക്ക്. മേപ്പടിയാൻ എന്ന സിനിമ അതിന് മറ്റൊരു കാരണവും കൂടെ ഉണ്ട്. ഞാൻ ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഫാൻ ആകാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമൃത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമൃതയുമായിട്ട് എനിക്ക് ഇപ്പോഴാണ് കോണ്ടാക്ട്സ് ഉള്ളത്. അമൃതയെ വീട്ടുകാരുമൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴാണ് സംസാരിക്കുന്നത്. റീസെൻ്റ്ലി ഒരു 1 മന്ത് ബിഫോറാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരുമായിട്ട് സഹകരിക്കുന്നത്. 3 മന്ത്സ് ബിഫോർ എൻ്റെ വക്കീലിൻ്റെ അടുത്ത് അവർ എൻ്റെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാനത് അന്ന് അങ്ങനെ ചോദിച്ചു എന്നേ എനിക്കറിയുള്ളൂ. ഞാൻ മിണ്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് 9 മാസം മുമ്പ് ഈ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയെപ്പറ്റി ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു. കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നേരിട്ട് കണ്ടപ്പോഴും അവർക്ക് എന്നോട് പറയാനുണ്ടായിരുന്നത്. കൃത്യമായിരുന്നു ആ കാര്യം. അമൃതയെ പർപ്പസ്ലി ഇവൻ ഹറാസ് ചെയ്യണമെന്ന് ഞാൻ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. സോ ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും അവനെ ഉപദ്രവിക്കാനും ഈ രീതിയിൽ ഉണ്ണി മുകുന്ദനെ ഇൻസൾട്ട് ചെയ്യാനും ഈ പറയുന്ന ചെകുത്താൻ ചെയ്യുന്നത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം കൂടി എന്നുള്ളതാണ്. 2 പേർ തമ്മിലുള്ള ഫിനാൻഷ്യൽ ഇടപാടിനെ അയാൾ വായി തുറക്കാതെ അത് സൈലൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഉണ്ണിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് പറഞ്ഞത്. എനിക്ക് ഉണ്ണി ഒരുപാട് ഇഷ്ടമാണ്. ഉണ്ണിക്കൊരു സ്ത്രീ വിഷയം വന്നപ്പോൾ മാത്രമാണ് ഞാനൊന്ന് പതറിയത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ മിണ്ടാതെ അങ്ങിരുന്നു, ഒന്നും പറയാൻ പോയില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ അറിവുകൾ. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ ഐ എം നോട്ട് വിത്ത് ഹിം. ആ ഒരു സ്പെസിഫിക് വിഷയത്തിൽ മാത്രം. ദ റെസ്റ്റ് അയാൾ ജെന്യുവൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ണിയെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ വിഷയത്തിൽ ഉണ്ണിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഇവൻ നിലകൊണ്ടു. അഖിൽ മാരാര് ആ ചാനലിലേക്ക് പോകാനുണ്ടായ കാരണം തന്നെ ഉണ്ണി മുകുന്ദന് വേണ്ടി സംസാരിച്ചാണ്. ഫ്ലോയിൽ സ്ഫുടതയോടുകൂടി കൃത്യമായി കാര്യങ്ങൾ കറക്റ്റായിട്ട് മറുപടി കൊടുത്തത് അഖിൽ മാരാറാണ്.
എനിക്കൊരു ഭയങ്കര ആരാധനയൊക്കെ അവനോട് തോന്നിയിരുന്നു. പക്ഷേ അവൻ അതിനകത്ത് പോയി ശോഭയോട് കാണിച്ച ആ ഒരു സ്ത്രീ വിരുദ്ധതയാണ് എന്നെ അഖിൽ മാരാറിൽ നിന്ന് അകറ്റിയതും എനിക്ക് അഖിൽ മാരാർ ശത്രുവായതും. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു ഓപ്പൺ ഫോറത്തിൽ അഖിൽ മാരാർ ശോഭയോട് സോറി പറയുന്നത് ഞാൻ കണ്ടാൽ ഞാൻ സോൾവ് ആക്കും. കാരണം അവൻ പറയണം, സോറി പറയണം. അത് അവൻ ചെയ്യണം. കാരണം അവൻ 2 പെൺകുട്ടികളാണ്, അവൻ്റെ വീട്ടിൽ 2 പെൺകുട്ടികളുണ്ട്. അവനത് പറയണം. ആ അർഹിക്കുന്ന ഒരു കാര്യമാണ് അത്. ആ പെൺകുട്ടി അർഹിക്കുന്നു. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, ഐ റിയലി ഫീൽ സോറി, ഞാൻ പബ്ലിക്കിൽ സോറി പറയണമെന്ന് അവൻ പറഞ്ഞാൽ ആ പിണക്കം അവിടെ തീരും. ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല അഖിൽ മാരാർ ചെയ്തത്. ഇതൊക്കെ നമ്മൾക്ക് കേട്ട കഥകളാണ്. പേയാട് എന്നതൊരു പേപ്പട്ടിയാണെന്ന് ഞാൻ ആദ്യം തന്നെ വീഡിയോ ചെയ്തിരുന്നു. അഖിൽ മാരാർ വിഷയത്തിലാണ് പേയാടിനെ ചേർത്ത് ഞാൻ ചെയ്തത്. അതിൻ്റെ കാരണവും എനിക്കുണ്ടായിരുന്നു. ഈ പറയുന്ന റോബിൻ വളരെ ജെന്യൂൻ പേഴ്സൺ ആയിട്ട് എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യം ഇവൻ്റെ ഈ അലർച്ചയും ഇവൻ്റെ ഈ ബഹളമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് തോന്നി. അനാവശ്യമായിട്ട് കിടന്ന് അലർന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായൊരു കാര്യം, അവനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുമ്പോൾ അവൻ്റേതായൊരു ഫോമിൽ അവൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് ദെൻ പെട്ടെന്നുള്ളൊരു ഫാൻ ഫെയിമിൽ അവൻ എന്തൊക്കെയോ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു, പൊടി എന്നെ വിട്ടുപോയാൽ ഞാൻ തകർന്നു പോകുന്നു. അത്ര സെൻസിറ്റീവാണ് ആ കുട്ടി. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഒന്ന് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൻ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യണം. റോബിനെ അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ റോബിൻ ഫാൻസിൻ്റെയോ റോബിൻ്റെ കുറേ കൂട്ടുകാരുടെ സപ്പോർട്ടിനൊന്നും വേണ്ടിയിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്തു ഹീസ് ജെനുവൻ എന്ന്. രണ്ടാമത്തെ കാര്യം, അവൻ ഏറ്റവും കൂടുതൽ ഇകഴ്ത്തിയും കളിയാക്കിയും സംസാരിച്ചു കൊണ്ടിരുന്നത് ഷിയാസാണ്. ഷിയാസ് എന്താണെന്ന് ലോകത്തിന് മനസ്സിലായില്ലേ? എന്താണെന്ന് ലോകം മുഴുവൻ കണ്ടതല്ലേ? എന്താണ് അവൻ ചെയ്തതെന്ന് എനിക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഈ പയ്യൻ ജെനുവനാണെന്ന്. അവനെ ആക്രമിച്ച രീതി, അവനെ ഒതുക്കാൻ അവർ കാണിച്ച ഉത്സാഹം, അത് നിരന്തരമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഐ സപ്പോർട്ടഡ് ഹിം അൺടിൽ എനിക്ക് മറ്റൊരു ബാഡ് എൻക്വയറി, എനിക്ക് ബാഡ് രീതിയിൽ ആ പയ്യൻ്റെ ഇതിൽ നിന്ന് ഉണ്ടാകാത്തിടത്തോളം ഞാൻ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുകയും നന്നായി തന്നെ പറയുകയും ചെയ്യും. ബാക്കിയുള്ളവർക്ക് റോബിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ, ഗെറ്റ് ദ ഫക്ക് ഔട്ട് ഫ്രം മൈ ചാനൽ. അത്രേ എനിക്ക് പറയാനുള്ളൂ. പോയിക്കോൾ ഇറങ്ങി, അതിനപ്പുറം ഒന്നുമില്ല. എനിക്കിഷ്ടമാണ് ആ പയ്യനെ, അതുകൊണ്ട് ഞാൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിനെയും അപ്പുറത്തെടുത്ത് വെച്ചിട്ട് അവനെ അവധിച്ചു. ഇതൊക്കെ നമുക്ക് കളയാം. കാരണം നമ്മളും പറഞ്ഞു, അവരും പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. കോമൺ സെറ്റ്. ഇതിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കുന്നുണ്ട്. ആസ് എ ലേഡി എൻ്റെ ഭർത്താവിനെ ഷെയർ ചെയ്യുന്നതോ മറ്റ് പെണ്ണുങ്ങളെ ഷെയർ ചെയ്യുന്നതോ ഈ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന റോങ് മെസ്സേജ് ഞാൻ ഉൾക്കൊള്ളത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കാതെ എന്നെ ആക്രമിച്ച, റീച്ചിനും അവൻ്റെ പണത്തിനും അവൻ്റെ കൂട്ടുകാർക്കും വേണ്ടി എന്നെ ആക്രമിച്ച അവൻ പിന്നെ ഒരു വീഡിയോ ചെയ്തു ഹാസ്മിന് വേണ്ടിയിട്ട്, മുല്ലപ്പൂവിന് വേണ്ടിയിട്ട്. എന്തായിരുന്നു ആ വീഡിയോയുടെ എതിർവൃത്തം? ആ ചെറുക്കനാണ് തല്ലേണ്ടത്. നാട്ടിലെ പെണ്ണുങ്ങളെ വിട്ടാണ് അവളെ തല്ലേണ്ടത്. അടിച്ച് കൊല്ലുകയാണ് വേണ്ടത്. അവളൊരു സോഷ്യൽ ഈവിളാണ്, പബ്ലിക് വേസ്റ്റ് ആണ്. ഒരു വീഡിയോ നിർത്തിയോ? അടുത്ത വീഡിയോ, ധനുജ എഫക്റ്റഡ് ബൈ പബ്ലിക് വേസ്റ്റ്. നിങ്ങളെന്താ സോഡാ കുപ്പി ഉണ്ടാ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ആണാപ്രദം സോഡാ കുപ്പി ഉണ്ടാണോടാ? നിന്റെ പെണ്ണുമ്പിളയ്ക്ക് സോഡാ കുപ്പി നീ കുത്തിക്കയറ്റി കൊടുക്കേണ്ട അമ്മയ്ക്ക് സോഡാ കുപ്പി കുത്തിക്കയറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നീ അത് എൻ്റെ തലയിൽ കൊണ്ട് കെട്ടി വെക്കോ. നീ എപ്പോഴെങ്കിലും ഇവിടെ സോഡാ കുപ്പി നീ ഒന്ന് കാണിച്ചു തരാമോ? ഇതൊക്കെ കുത്തിക്കയറ്റിയ മുറിയൂടാ. അതിന് മാത്രം ഒന്നും ആക്രാന്തം ഭ്രാന്തും എനിക്കില്ല. അതിൻ്റെ പെണ്ണുമ്പിളയ്ക്കാ ഭ്രാന്ത്. ആ സാധനം കൊണ്ട് വന്നു. ക്യാരറ്റ് എന്ന സബ്ജക്റ്റ് ഞാനല്ല പറഞ്ഞത്. ക്യാരറ്റ് എന്ന സബ്ജക്റ്റ് പറഞ്ഞത് തന്നെ അവളെ കെട്ടിയവനാ, അവളെ ആദ്യത്തെ ഭർത്താവാ പറഞ്ഞത്. അയാളുടെ മുമ്പിൽ ഭയങ്കര വീരവാദപൂർവ്വം കൊണ്ടുവന്ന് ഇത് വെച്ച് ഞാൻ സുഖിച്ചോളും, നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ ചെറുക്കൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ആ ചെറുക്കൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആപ്റ്റായ സാധനം. അത് ഷെഫീന പറഞ്ഞതല്ല ക്യാരറ്റ് എന്ന്. ക്യാരറ്റ് എന്നൊരു സാധനം ഒന്നും ഷെഫീനക്ക് താല്പര്യമില്ല, ഉപയോഗിക്കാറുമില്ല, ഞാൻ ആരെങ്കിലും ഉപയോഗിച്ചാലേ മൈൻഡ് ചെയ്യാറുമില്ല. ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. പക്ഷെ ആ സാധനം എടുത്തു വെച്ച് പറഞ്ഞ ആളെ വിടാതെ, അത് പറഞ്ഞ ഇഷ്യൂ എന്താണെന്ന് അന്വേഷിക്കാതെ എന്നെ വെച്ച് അറുമാതിച്ചില്ലേ? അപ്പം ഞാൻ മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ച നാളെ ഉണ്ടെങ്കിൽ പോയി ചാവടാ. എന്നെ വിളിക്കണേ എന്തിന്? എന്നെ എന്തിനു വിളിക്കണത്? എന്നെ വിളിക്കണ്ട. നീ എന്നെ വിളിക്കേ വേണ്ട. എനിക്ക് എന്നോട് സംസാരിക്കാനേ താല്പര്യമില്ല. ഞാൻ മിണ്ടാതിരുന്നത് എന്താണെന്നറിയാം? ബാലി സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. ഇനി എൻ്റെ ജീവിതങ്ങൾ മുഴുക്ക ഞാൻ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ബാലി സ്റ്റേഷനിലാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ നിനക്ക് അപ്പം മറുപടി ഞാൻ തന്നിട്ടുണ്ടാവുമായിരുന്നു. ആ പാട്ട് മതി, വീരവാദമൊക്കെ മതി, നടുവേദനിക്കുന്നതേ. മാമിനെ അവർ കൂട്ടമായി ആക്രമിക്കുന്ന കണ്ടപ്പോൾ വിഷമം തോന്നിയിരുന്നു. ബട്ട് ഇപ്പോൾ അവന്മാരുടെ ചാനൽ പൂട്ടിക്കെട്ടിയെന്ന സന്തോഷ വാർത്തയ്ക്കായി കാത്തിരിക്കുന്നു. ഈ കാപ്പിപ്പൊടിനു പറയുന്ന ആൾ ശരിക്കും ആരാ? ന്യൂസൊക്കെ പറയുന്ന അയാളാണോ? താടിയൊക്കെ വെച്ചിട്ട് എനിക്ക് ആളെ മനസ്സിലായില്ല, അതാ ചോദിച്ചത്. അതെ, അത് അയാൾ തന്നെയാണ്. ഐ ആൾസോ saw that video from car bro. Very sad when saw that video. Pathetic person. എക്സാക്ട്ലി. ഒരാളെ പറയണ രീതി,
അത് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ മാനസികാവസ്ഥയുള്ളൂ, അപ്പുറത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ കൊച്ചുങ്ങളുള്ളൂ, അപ്പുറത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ഫീലിങ്സ് ഉള്ളൂ. അവൾ മാത്രം ജെനുവിൻ, അവൾ പാവം. ഷെഫീനായ ആർക്കും എന്തും പറയാം അല്ലേ? ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല അല്ലേ? ഇങ്ങനെ ഒരു അവസ്ഥ നീ വന്ന് നിൽക്കുമെന്ന് വിചാരിച്ചില്ലേ? പോയടാ അത്. നീ പോയി വേറെ പണി നോക്ക്, പുതിയ ചാനലിൻ്റെ ഇൻട്രോ വിടും. നീ പുതിയ ചാനൽ ഇട്ടാലും നീ ഓർത്തോ 12 പേര് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഇവരിൽ ആരെ നീ തൊട്ടാലും ഞാൻ വീണ്ടും നിന്നെ പൂട്ടും. തർക്കമേ വേണ്ട. യൂട്യൂബിലെ എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത്, അനാവശ്യമായി 2 ഭാഗവും തിരക്കാതെ ഇനി നിങ്ങൾ കളിച്ചാൽ പൂട്ട് വാങ്ങിച്ച് കിട്ടും. നിങ്ങൾ അതുകൊണ്ട് ഉണ്ട തിന്നൂല, അരി വാങ്ങിക്കില്ല. അതുകൊണ്ട് എനിക്കും വേണ്ട, നിങ്ങൾക്കും വേണ്ട. എനിക്ക് തീരെ വേണ്ട, നിങ്ങൾക്കും വേണ്ട. ഞാൻ എൻ്റെ ചാനൽ തിരിച്ചല്ലല്ലോ ചോദിക്കുന്നത്. എൻ്റെ ചാനൽ എനിക്ക് വേണ്ട, കൊണ്ടുപോയി തിന്നോ. ഇത് വേണോ, ഇതും കൊണ്ടുവയ്ക്കും, തിന്നോ. ഐ ഡോണ്ട് കെയർ. ഇപ്പോഴീ ഇടുന്ന വീഡിയോസ് ഒന്നും ഞാൻ സേവ് ചെയ്യാറ് പോലും ഇല്ല. എടുത്തുകൊണ്ടിരിക്കുക, കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ. പക്ഷെ നിങ്ങളും ഇനി യൂട്യൂബ് കൊണ്ട് തിന്നണ്ട. അത് ഞാനങ്ങ് തീരുമാനിച്ചു. ഞാൻ എന്തായാലും കഷ്ടപ്പെടുന്നുണ്ട്, അതിലൊരു എമൗണ്ട് മെനക്കെട്ട് ഞാൻ ഇവിടെ കൊടുക്കും. അവന്മാർ ഹാൻഡിൽ ചെയ്യും. നീ ചെയ്യടാ, പുതിയ ചാനൽ ഉണ്ടാക്കിയിട്ട് പുതിയ അപരാധങ്ങൾ കണ്ടുപിടിക്കും. പെണ്ണുങ്ങളെ വെച്ച് ചെയ്യും. ആരെ വെച്ച് ചെയ്താലും ഞാൻ അവരെ അപ്രോച്ച് ചെയ്യും, ഞാൻ അവരെ കൺവിൻസ് ചെയ്യിക്കും, ഞാൻ അവരെ കൊണ്ട് അവരുടെ ഡീറ്റെയിൽസ് ഏജൻസിക്ക് കൊടുപ്പിക്കും. എന്നിട്ട് സ്ട്രൈക്ക് തരും, കണ്ടിന്യൂസ് ആയിട്ട് തരും. ആറില്ല മനസ്സ്, അത്രയ്ക്കുണ്ട് എനിക്ക് പ്രതികാരം. ഞാൻ ഇന്നവരെ ഒരാളെ അങ്ങോട്ട് വന്ന് ദ്രോഹിച്ചില്ലല്ലോ, ഒരാളുടെയും വീട്ടിൽ വന്നില്ലല്ലോ, ഒരാളെയും അങ്ങോട്ട് വന്ന് പേഴ്സണൽ വ്യക്തിഹത്യയോ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ ഇന്നവരെ ചെയ്തിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല. ഇങ്ങോട്ട് വന്നാൽ ഞാൻ മറുപടി പറയും. പിന്നെ എൻ്റെ ഊടിനെ കൊണ്ട് പറഞ്ഞല്ലേ, ഓളോട് എൻ്റെ ഫോട്ടോ വയ്ക്കാൻ പറയടാ. അയ്യോ എൻ്റെ ഫോട്ടോ വയ്ക്കാൻ പറ. ഒത്തിരി തെറിയൊക്കെ വിളിക്കുന്ന മദാമയല്ലേ, ഒന്ന് വിളിക്കാൻ പറ. പാട്ടാ വിളിക്കാൻ പറയടാ, പറ. നീ നടുക്കിരുത്തിക്കൊണ്ട് അമരാവതം പറഞ്ഞല്ലേ, അവളെ കൊണ്ട് എന്നെ ഒന്ന് തല്ലിക്ക്, കാണട്ടെ എത്ര മിടുക്കിയാണോന്നൊന്ന് കാണട്ടെ. ചെയ്യിക്കണം. സീക്രട്ടിനെ പൂട്ടുമോ? പൂട്ടിയതിനെ കഴിഞ്ഞോന്ന് ചോദിക്കല്ലോ. അതൊക്കെ പൂട്ടി. ലാൽ സലാം, ഇറ്റ്സ് ഡൺ. ടൈം ഔട്ട് കഴിഞ്ഞു, തീർന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ടാർഗറ്റ്. മൈ ഫസ്റ്റ് ടാർഗറ്റ് വാസ് ദാറ്റ്. പിന്നെ ഞാൻ മറ്റേലേക്ക് ശ്രദ്ധിച്ചോളൂ. മൈ ഫസ്റ്റ് ടാർഗറ്റ് വാസ് ദാറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇവിടെ ഒരു കൂട്ടാക്രമണം നടക്കുന്നുണ്ടെന്നും അത് കാശ് വാങ്ങിയിട്ടാണെന്നും കുറേ അധികം ചെറിയ ചാനലുകാരെ കൊണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്യിച്ചതിൻ്റെ ഉത്തരവും ഇതും ഇങ്ങനെ പോലീസുകാർക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. പോലീസുകാരും ചോദിക്കുന്നത് എന്താ ഇങ്ങനെ ഒരു കൂട്ടാക്രമണത്തിന്റെ കാരണമെന്ന്. എല്ലാവരും ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കൂട്ടാക്രമണം ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ട് നിന്നില്ലേ? ഹരിയണ്ണൻ പോയി വല്ല പണിയും എടുക്കട്ടെ, കാറിൽ തന്നെ ഇരുന്നാൽ ശരിയാകത്തില്ല. അത് ഗ്യാസ്ട്രിക് പ്രോബ്ലം വരും, ചന്തിയിൽ കുരുവും വരും. പോട്ടെന്ന്. നല്ല മറുപടി ഷെഫീന. ഇവന്മാർക്കൊക്കെ എന്തിനെ കണ്ടാണ് നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് ദ്രോഹിക്കാൻ? എന്താണ് മനുഷ്യർ? ദുബായ് ഡെവിൾസ് ഓൺ കൺട്രി ആണ് ഷെഫീന. എക്സാക്ട്ലി. ഇപ്പോൾ ആറാട്ടണ്ണൻ ഏജന്റിനെ പറയുന്നുണ്ട്, അപ്പോൾ പറയും ആറാട്ടണ്ണന് ഭ്രാന്താണെന്ന്. എക്സാക്ട്ലി. മോനൂട്ടൻസ് ഉറങ്ങിയോ? മൂത്ത കുഞ്ഞൂസ് എൻ്റെ കുട്ടിസണ്ണാണ് കേട്ടോ. ഓക്കെ ശരി. സത്യം പറഞ്ഞാൽ ശത്രുക്കൾ ഉണ്ടാകും, പക്ഷെ സത്യം ജയിക്കും. സപ്പോർട്ട് യു മാം. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്ന, എനിക്ക് ക്ലബ് ഹൗസിൽ ക്ലബ്ബ് വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ, ചിൽ റൂമാണ്. അപ്പം ഞാൻ മതിയാക്കിയാണ്. ഐ എം വൈൻഡിങ് അപ്പ്. കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ വേണം, ഒരു 10 മിനിറ്റ് കൂടെ. ഈ വിഷയങ്ങളെല്ലാം ഞാൻ സഹിക്കുകയും മിണ്ടാതെ ഇവിടെ ഇരിക്കുമ്പോഴും എന്നെ ചെയ്ത ഇൻസൾട്ടിനേക്കാൾ ഉപരി ഞാൻ ഒരുപാട് ഒരുപാട് ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചവർ മാറി എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ആളെ പറയാം, ഈ ജലജ റസീന വഴിയാണ് എന്നെ പരിചയപ്പെടുന്നത്. എൻ്റെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അവളെ അപ്രോച്ച് ചെയ്തിട്ടില്ല. എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു, ഞാൻ കേട്ടു. അവളുടെ വീഡിയോസ് എടുത്തിടാനുള്ള പെർമിഷൻ വാങ്ങി, അത് അവൾ തന്നു, ഞാനത് എടുത്തിട്ടു. അതെനിക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, ഒരു ഗെയിനും ഉണ്ടാവത്തില്ല. അത് ഈ വിഷയത്തിൽ അവൾ പറഞ്ഞ ഒരു ഇത് തന്നെയാണ്. അത് ഞാൻ നിർബന്ധിച്ച് പറയിച്ചതുമില്ല, അവൾ തന്നെ പറഞ്ഞതാണ്. കൊണ്ടിട്ട് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ പെട്ടെന്നൊരു പ്ലേറ്റ് മാറ്റാൻ എൻ്റെ അടുത്ത് ജാമിതയുടെ നമ്പർ ചോദിച്ചു. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ജാമിതയുടെ നമ്പർ ഞാൻ ചോദിക്കത്തില്ല. ജാമിതയെ കൊണ്ട് സ്ട്രൈക്ക് തരിയിപ്പിച്ചത് ജലജ എന്ന വ്യക്തിയാണ്. ഈ ജലജ എന്ന പിന്നെ യൂട്യൂബ് ലേഡിയാണ് അത് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പേഴ്സണൽ സ്റ്റോറി അറിയാമല്ലോ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ അറിയാമെന്ന് ഞാൻ പറയാനും നശിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്ത് നീ എന്നെ ചെയ്തോ,
ഞാനത് നിനക്ക് തിരിച്ചു തരും, തർക്കിക്കേ വേണ്ട. ഇപ്പോഴും റസീനെ വിലക്കുന്നതുകൊണ്ട് റസീനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. റസീനെ ചവിട്ടി കൊല്ലുമ്പം എനിക്ക് ധൈര്യം കിട്ടും, ഞാനപ്പോൾ നിനക്ക് നീ എന്തെന്നെ ചെയ്തോ അത് ഞാൻ നിനക്ക് തിരിച്ച് ചെയ്തിരിക്കും. നിന്റെ കൂടെ നിന്ന നിന്റെ കാമിതയ്ക്കും നിനക്ക് തിരിച്ച് ഞാൻ തന്നിരിക്കുമോടി, ചെക്കാണ്, നീ എഴുതി വെച്ചോ. എന്നും ആ ലൈഫ് ത്രെട്ട് നിങ്ങളുടെ തലയിലുണ്ടാവണം, തലയിലൊരു വാളായിട്ട് എൻ്റെ പ്രതീക്ഷവും. തിന്നൂല, ഇതിന്ന് ഞാൻ തീറ്റിക്കൂല നിന്നെ, നിന്നെ ഞാൻ ഇതിനകത്തുനിന്ന് തീറ്റിക്കത്തില്ല. ജലജ വെച്ചൊഴിഞ്ഞു പോയിക്കോ, അതാണ് നിനക്ക് നല്ലത്. ഇതാ അവള്. പിന്നെ അതുൽ, ചേച്ചി 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 ചേച്ചി, ആ കുട്ടിയുടെ അസുഖം പറഞ്ഞപ്പോൾ അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഭയങ്കര മനപ്രയാസം തോന്നിയിരുന്നു, ഭയങ്കര വിഷമം തോന്നിയിരുന്നു. നന്നായി 1 മണിക്കൂർ വരെ ഒരാളടുത്ത് സംസാരിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഷെറിൻ്റെ അടുത്തോ ആൻ്റെ അടുത്ത് റസീൻ്റെ അടുത്തൊക്കെയാണ്. വേറെ ആരുടെ അടുത്തും അത്രയും നേരം സംസാരിക്കാറില്ല. അത്രയും നേരം അവൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവനൊന്ന് കംഫർട്ട് സോണിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അത്രയും ഇഷ്ടപ്പെട്ട ഒരു പയ്യനായിരുന്നു ആ ചെറുക്കൻ. അവൻ ചെയ്തുണ്ടല്ലോ, ഒരു കാരണവശാലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല, ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. എത്ര ഇതായിരുന്നു. വന്നല്ല മുറിയേണ്ടി, നിന്റെ വിജയം ആരാണ് വില്ലിന്? നിന്റെ തന്തയാണ്, നിന്റെ തള്ളയാണടാ ഞാൻ, നിന്റെ തള്ളയാണ്, നിനക്കറിയാൻ വയ്യേ, നിന്റെ തള്ളയാണ് ഞാൻ, എൻ്റെ മാപ്പിളയാണ് നിന്റെ തള്ള. അതിലുള്ളതാണ് നീ, എൻ്റെ മാപ്പിളയുടെ ഗുന്തുവാ നീ. അപ്പം ഞാൻ നിനക്ക് അമ്മച്ചിയായിട്ട് വരും. അറിയത്തില്ല നീ, നിൻ്റെ ഉമ്മച്ചി ഇതാണ്ട് ഇങ്ങനെ കിലോ ഓപ്പൺ അപ്പാക്കി വെച്ചിരുന്ന് എൻ്റെ മാപ്പിള നന്നായിട്ട് കയറി പ്രോഗ്രാം ചെയ്തു. അങ്ങനെ ഉള്ളതാ നീ, മതിയാടാ, പോയി പണി നോക്ക്, നിനക്കൊരു പുണ്ണാക്കും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ വിളിച്ച ആ പയ്യൻ്റെ വോയിസ് ഇടാമോ? ഹൈസ് അവനോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. ശ്രുതി ലക്ഷ്മി അലിങ്കൽ, നീ ലോകത്തൊലിയാണ്. ഓക്കെ, ഇന്നലെ വിളിച്ച പയ്യന്റെ മനസ്സിലായില്ല. എനിക്കൊരു ചാനലുണ്ടായിരുന്നു, ചെറിയൊരു ചാനലുണ്ടായിരുന്നു. ഞാനൊരു ചാനലും പ്രൊമോട്ട് ചെയ്യില്ല കുഞ്ഞെ, എനിക്ക് ഈ ചാനലൊന്നും പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല. പ്രൊമോട്ടിംഗ് അല്ല, എനിക്കൊരു സ്ട്രൈക്ക് തന്നിട്ടുണ്ട് ഷെഫീനത്തെ. ഞാനോ? ഞാൻ ആർക്കും സ്ട്രൈക്ക് ഒന്നും കൊടുക്കില്ല. എനിക്കൊരു സ്ട്രൈക്ക് തന്നിട്ടുണ്ട്, ഈ പാവത്തിനൊരു സ്ട്രൈക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ കേസും ഇതൊക്കെ വിഷയമൊക്കെ നടക്കുന്ന സമയത്ത് ഞാന് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു. ഞാൻ അതില് എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അയ്യോ, അത് ഞാനല്ല കേട്ടോ, ഞാനത് ഏജൻസി ഏൽപ്പിച്ചിരിക്കുക. കണ്ണനാണത് കൈകാര്യം ചെയ്ത്. നിങ്ങൾ കണ്ണനോട് സംസാരിക്കൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഷെഫീനത്തോട് കാര്യം പറയട്ടെ, എനിക്ക് ഇവരെ ആരെയൊക്കെ പേഴ്സണലായിട്ട് ഒരു ബന്ധമില്ല. എനിക്ക് ഇയാളെ അറിയത്തില്ലപ്പാ, എനിക്ക് ഇയാളെ അറിയത്തില്ല. ഞാൻ എല്ലാരും ആ സമയത്ത് റിയാക്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ ഞാനും അതുപോലെ ചെയ്തു നോക്കിയതാണ്. അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് നിങ്ങളെ അറിയത്തില്ലല്ലോ. എനിക്ക് ഷെഫീനായിട്ട് യാതൊരു പേഴ്സണലായിട്ട് യാതൊരു പ്രശ്നമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇപ്പൊ അടുത്താണ് ഞാൻ റിയാക്റ്റീവ് വീഡിയോസ് നോക്കി നോക്കിയതാണ്. ഞാൻ സാധാരണ ഈ വീഡിയോസൊക്കെ പോയി ചെയ്യുന്ന ആളാണ്, അതായത് റിയാക്റ്റീവ് വീഡിയോസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അങ്ങനെ ഒരു 3-4 വീഡിയോ ചെയ്ത് ഞാൻ അതോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. പിന്നെ ഞാൻ ആ വിഷയങ്ങളൊക്കെ ഒന്നും ഞാൻ വന്നിട്ടോ മറ്റു കാര്യങ്ങൾ. ഞാനിപ്പോ ആ കൈസിനെ കുറിച്ചോട് ഞാൻ പറഞ്ഞിരുന്നു. കൈസിന്റെ മാപ്പൊന്നുമില്ല, കൈസിന്റെ എന്തായാലും പൊട്ടിക്കും. കൈസിന് ഞാൻ കേസും കൊടുത്തിട്ടുണ്ട്. കൈസിനെ ഞാൻ കൊന്നേ മാറുള്ളൂ, അതിനകത്തൊക്കെ തർക്കമില്ല. കൈസിനെ ഞാൻ ഒരു കാരണവശാലും കൈസിനെ സേവാക്കാം ആരും വരണ്ട. കൈസിന് വേണ്ടിയിട്ടാണ് വിളിച്ചു വിളിച്ചെങ്കിൽ ഫോൺ വെച്ചിട്ട് കൈസിനെ സപ്പോർട്ടല്ല, കൈസിനെതിരെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൈസിനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൈസ് ശരിയില്ലാത്ത, അതായത് കൈസാണ് ഇതിന്റെ ഇടയിൽ കളിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ ഷെഫീനാത്തേനെ സത്യം പറഞ്ഞാൽ എന്റെ ഒരു വീഡിയോയിൽ ഞാൻ ഷെഫീനാത്തേനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിരുന്നു. ആ വീഡിയോന്റെ അടിയിൽ നിറച്ചു എനിക്ക് ബാഡ് കമന്റ്സ് ആണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ എന്താ പറയാ, ഞാൻ ഷഫീന ഇത്താന്ന് വിളിച്ചത് ആ വീഡിയോയില്. അപ്പൊ എന്തിനാ ഈ സ്ത്രീനൊക്കെ ഷഫീന ഇത്താന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ കമന്റ് അടിച്ചു. എനിക്ക് പേഴ്സണലായിട്ട് ഇത്താനോട് യാതൊരു പ്രശ്നവും കേട്ടോ. കാരണം വെച്ചാല് എനിക്ക് എന്റെ ഒരു ചെറിയ ചാനലാണ്, എന്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ചെറിയൊരു വരുമാനമൊക്കെ അതിന് കിട്ടുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഇവന് ഓപ്പൺ ചെയ്ത് കൊടുക്കും കേട്ടോ. ചിലപ്പോൾ ഒരു 50-50 ചാൻസാണ്. എനിക്ക്
അവനോട് വലിയ ദേഷ്യമൊന്നുമില്ല. കാരണം അവൻ തന്നെ പറയുന്നുണ്ട് ഇറ്റ് വാസ് ഓൾ എബൌട്ട് ഇതെന്ന്. പിന്നെ എനിക്ക് ആ ദേഷ്യം വന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തനൂജയ്ക്ക് ടിക്കും ഷെഫീനക്ക് ക്രോസും ആയിരുന്നു. ആ ഒരു പോഷൻ മാത്രമേ എനിക്ക് ഇതുണ്ടായിരുന്നു. പക്ഷെ അവൻ എനിക്ക് വേണ്ടി തിരിച്ചറിഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു എന്ന് പറയുന്നിടത്ത് ഞാൻ ആ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, അതൊക്കെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇത് ലിങ്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ണം കൊണ്ടുവന്ന് തരികയാണെങ്കിൽ, ഞാൻ കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ ഇവനോട് ഞാൻ മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം എനിക്ക് പാവം തോന്നിയിരുന്നു, പാവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട, അത്രയും തോന്നിയിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കേൾപ്പിക്കുന്നത്. അയാളാണത് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കുറച്ച് പോർഷൻ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കേൾക്കാം. കൈസ് ചെയ്തിട്ട് കൈസിൻ്റെ നിന്നാണ് നമ്മളൊക്കെ ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നു. കിങ്ങെ തീർച്ചയായിട്ടും അത് 100% നിങ്ങൾ ഒരു രീതിയിലും ഒരു കാരണവശാലും പിന്നോട്ടില്ല. നിങ്ങൾക്ക് ഉടനെ കേൾക്കാം. സമയം താടോ ചെയ്യാന്ന്. വക്കീല് നല്ല തിരക്കില്ല, അതുകൊണ്ടാണ്. എത്രയാണെന്ന് വിചാരിച്ചിട്ടാ, എത്ര പേർക്കെതിരെയാണ്. നമ്മൾ വെറും സ്ട്രൈക്ക് മാത്രമല്ലല്ലോ, ഇത് ഞങ്ങൾ ലീഗലി കൂടെ നീങ്ങുന്നുണ്ട്. ഇത് ലീഗലി നീങ്ങി ലീഗൽ ഫെയിമിൻ്റെ ഒത്താശയോടുകൂടി അവരുടെ FIR കൂടെ കാണിച്ചിട്ടാണ് ഞങ്ങൾ യൂട്യൂബിനോട് ഈ റിക്വസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പ്രൊഫഷണൽ സംഗതിയാണ്. ഈ പോകുന്നവർക്കെതിരെ എല്ലാം തന്നെ കേസുമുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നുണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നുണ പറയാറില്ലല്ലോ, വെറുതെ വീരവാദം അടിക്കുന്ന സ്ത്രീ അല്ലല്ലോ. എല്ലാവർക്കെതിരെയുണ്ട്. ഞാൻ ഡെയിലി സ്റ്റേഷനിൽ പോകുന്നുണ്ടെന്ന്. ആർക്കൊക്കെ കിട്ടുന്നുണ്ട് അവർക്കെതിരെ എല്ലാം FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഒരാളെയും വിടത്തില്ല. സീക്രട്ടിനെ വിടത്തില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ദ മെയിൻ റീസൺ, അണ്ണാ രഹസ്യണ്ണ നീയാണ് മുല്ലപ്പൂവിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. തൊട്ടപ്പം ഓർക്കണമായിരുന്നു. തൊട്ടവർക്കൊക്കെ ഞാൻ പൊള്ളിക്കും. പ്രത്യേകിച്ച് ആ വന്ന ആൾ എൻ്റെ സലാം വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. അയാൾ എൻ്റെ കാല് പിടിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. അല്ലാന്ന് അയാളെ കൊണ്ട് പറയിക്കും. ഞങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ടാണ് പിടിച്ചത്. അപ്പോഴും അയാൾ പറഞ്ഞു നോ പ്ലീസ്, എൻ്റെ ഡ്യൂട്ടി ആയിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. അത് അയാൾ പറഞ്ഞത് കൃത്യമായി ഞങ്ങൾ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് അത് സബ്മിറ്റ് ചെയ്യേണ്ടടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ നെറ്റിക്ക് ഞങ്ങൾ വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്യും. ഗവൺമെൻറ് അല്ലേ? ലോകത്തുള്ള ഒരു പോലീസുകാരും എടുക്കൂല, തെളിവില്ല. ഞാനാര് പറഞ്ഞതായിട്ട് തെളിവില്ല. ഇല്ലാത്തൊരു സാധനം എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുറിയണ്ടി കൂട്ടത്തിൻ്റെ ഇതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നടന്ന് സ്ട്രെയിൻ എടുത്ത് കഷ്ടപ്പെട്ട് സാധാരണ പൗരയായി ഞാൻ പോയി നേടുന്നതിനും കൂടെ എന്നെ ഫേസ് ചെയ്യും. ചിരവപ്പല്ല ഞാൻ പൃഥ്വിരാജ് ഡൂപ്പാണ്, ഏറ്റവും ക്രൂവൽ ടീം. അറിയാം ഷെറിൻ, അറിയാമെന്നേ. അവർക്കുള്ളതും കൊടുക്കും. മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കുക പോലും വേണ്ട. ആരും വിചാരിക്കണ്ട ഞാൻ മിണ്ടാതിരിക്കുമെന്ന്. നീ പൊടിയെന്നോ ചെറ്റെന്നോ മറ്റെന്നോ മറിച്ചെന്നോ വെട്ടുക്കിളി കൂട്ടമേ കൂടുതൽ ആക്രമിക്കൂ. നിന്റെ ഒന്നും ഒരു സപ്പോർട്ടേഴ്സിനും ഞാൻ വെറുതെ വിടൂല. ഒരെണ്ണം ഉണ്ടാവില്ല യൂട്യൂബിൽ. ക്ഷമിക്കുന്ന വീഡിയോ എക്സാക്ട്ലി നോ സത്യമാ. ചേച്ചി നീ ഇപ്പോഴും താര പറയുന്നത് കേൾക്കുന്നില്ല. ചേച്ചീനെ ഇപ്പോഴും താര പറയുന്നത് കേൾക്കുന്നില്ല. സച്ചിത എന്തുവാ പറയണേ? ആ മരപ്പട്ടിയുടെ മോന്ത കണ്ടാൽ പട്ടി വെള്ളം കുടിക്കുമോ? പട്ടിക്ക് വെള്ളം കുടിക്കുക അവൻ്റെ മോന്ത കാണണം. എന്തുവാടേ? ഹായ് ചേച്ചി, ഇന്ന് വൈകി. ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ തീരാറായി. നീ ഉറങ്ങിയാടാ? അതെന്താ നീ പെട്ടെന്ന് കിടന്നുറങ്ങണേ? അതെന്താ നീ നേരത്തെ പോയി കിടന്നുറങ്ങണേ? ഇല്ല. ഹർഷ അജയ് ജാഫർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമല്ലേ ഇപ്പം നടന്നിട്ടുള്ളത്. അപ്പം പിന്നെ ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തൂടെ? ദൂരം ചേർത്ത് എൻ്റെ ഫോട്ടോ എന്നും വെക്കാതെ എനിക്ക് ഇട്ട പണിത വരെ ഞാൻ ആദ്യം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൂച്ച കൂടാളെ ഞാൻ വെറുതെ വിട്ടുപോകുമോ? നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വയ്യ, കോമൺ സെൻസ് ഇല്ലായോ? ഹലോ ചേച്ചി, വൺ ഓഫ് യുവർ ഹ്യൂജ് ഫാൻ ഫ്രം കാനഡ. കാനഡയിൽ നിന്നൊക്കെ ആളുണ്ട് കണ്ട. ഐ വിഷ് ഐ കുഡ് ബി എ പാർട്ട് ഓഫ് യുവർ ലൈഫ് ഫോർ ലോങ് ടൈം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ടൈം ഡിഫറൻസ് സക്സ്. സെലസ്റ്റി മേരി, താങ്ക് യു മേരി. യൂട്യൂബ് തീവ്രവാദി, യൂട്യൂബ് തറവാട്ട് സ്വത്താണോ? അതൊന്നും എനിക്കറിഞ്ഞൂട. ചേച്ചി എൻ്റെ മുത്തൂട്ടിനെ ഒന്ന് വിളിക്ക്. എടാ മോനെ, ഷെറിന് കാണണം, ഒന്ന് വന്നാണ്. വാടാ, നാളെ വരണേ. തീർച്ചയായിട്ടും ഡെയിലി ഉണ്ടാവും. ജിനൂസ്
ഇങ്ങോട്ട് വാടാ. ജിനൂസ് അഹങ്കാരം കൂടി അവനെ പണി കൊടുക്കണം. അതാരാ ജിനൂസ്? പൃഥ്വിരാജാണോ? ഓ, ഇറ്റ്സ് ദ ഡേ യു ആർ സച്ച് എ ഇൻസ്പിറേഷണൽ. യു ഗോ ഹെഡ് വിമൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മേരി, താങ്ക് യു. പറു ഒന്ന് വന്നിട്ട് പോടാ. അവള് വിളിച്ചല്ലടാ, പാവല്ലടാ. വാ. ഈ മക്കളെ ഞാൻ കഷ്ടപ്പെട്ടാണ്. കണ്ട അവന്മാർക്ക് ഇങ്ങനെ ഒരു ചാനൽ ചെയ്യണമെന്നൊന്നും ഒരു താല്പര്യം. കുറേ അവന്മാരുണ്ട്, ഒരു പോലിക്കും പോകാതെ ഒരു പണിക്കും പോകാതെ ചാനലും കണ്ടിരുന്നിട്ട് ഇവിടെ ഞാൻ പിച്ചും In the day you are such an inspiration, you go. Good night, ചക്കരയമ്മ. അന്ന യൂട്യൂബിനെ തെറി വിളിക്കണോ? എന്തിന്? ശരി. ഓ ഹായ് ഹലോ. മതി. അശലും പുസ്തകം സബ്ജക്റ്റ് വിട്ടു. ആ സബ്ജക്റ്റ് നമ്മൾ അന്നേ വിട്ട്. കിഡ്നി അടിച്ച് പോകുന്ന ക്രീമൊക്കെ പ്രൊമോട്ട് ചെയ്ത ഉഡായിപ്പ് ഇൻഫ്ലുവൻസറിന് സ്ട്രൈക്ക് എന്ന ചേരുന്നതിൽ സ്ട്രൈക്ക് എന്ന ചെറുതിൽ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. സ്ട്രൈക്ക് എന്ന ചെറുതിൽ അവളെ നിർത്തരുത്. അതാ പറഞ്ഞത്. മരണം വരെ കരയണം. മരണം വരെ അവൾ കരയിക്കും ഞാൻ. കേസ് എന്താണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ? എന്താണ് കേസ്? അത് ജെന്യുവിനായ കേസ്. അതെന്താണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? നമ്മളത് കാണിച്ചു കൊടുക്കുന്നു. ചുമ്മാ ഇരുന്നിട്ട് കാര്യമുണ്ട്. കാണിച്ചു കൊടുക്കും. റോബിനെ പോലെയുണ്ട്. ചന്മയ മേക്ക. ഹായ് ബ്രോ, ഗുഡ് നൈറ്റ്. ഹായ് ബ്രോ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. റോബിനെ പോലെയാണ് മകൻ. ശരിയാ കേട്ടോ. ക്രാ എന്ന് വിളിക്കില്ലെന്ന്. ബാക്കിയല്ല റോബിനെ പോലെയാണ്. നന്മ മരങ്ങളെല്ലാം 2 തരം സ്വഭാവക്കാരാണെന്ന് ഇത്ത തെളിയിച്ചു. എക്സാക്ട്ലി, കള്ളന്മാര്. ഇവിടെ കുശുമ്പിളകുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ കുശുമ്പിളകുന്നുണ്ട്. ഫർദീൻ താടി മീശ ക്ലീൻ ഷേവ് ചെയ്യും. അത് ഞാൻ പറയാറുണ്ട്, ചെയ്യാറില്ല. What is the problem, man? Let me go. താടി വളർത്തൽ. ഇത് താടി മീശ ക്ലീൻ ചെയ്യണം. 12 മക്കളെ പെറ്റോരമ്മ, എന്റെ മക്കളിൽ ഇവനാണ് ഭ്രാന്തൻ. 12 രാശിയും നോത്തുമമ്മ, അന്റെ മക്കളിൽ ഞാനാണ് അനാഥ. എല്ലാരും ഭ്രാന്തമായ. There is nobody sane in this world. Philosophy. ഇവന് പ്രസവിക്കുന്ന സമയത്ത് 3.5 കിലോ ഉണ്ടായിരുന്നു. എനിക്ക് പ്രസവിച്ച് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ ഒരു കുറ്റുവാവായിരുന്നേ. അപ്പം നോക്കുമ്പോൾ ഇവിടെ അത്ര ഇങ്ങനെ കറുത്തിട്ട് ഈ രോമങ്ങളിങ്ങനെ ശരിക്കും നമ്മൾ മുഖത്തൊക്കെ ഉണ്ടാകത്തില്ലല്ലോ, പക്ഷെ ഒത്തിരി രോമം ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത ബ്രദർ വന്നിട്ട് പറഞ്ഞു, എടീ നോക്കിടീ നിറച്ച് രോമം, നിറച്ച് താടി ഉണ്ടാവും എനിക്കെന്ന്. എൻ്റെ ഇക്ക വന്ന് പറഞ്ഞാണ്. എൻ്റെ ഇക്കായ പോലെയാണ് കേട്ടോ, മൂത്ത ഇക്കായ പോലെയാണ്. അവൻ എടി നോക്കിടി പയൊങ്ങ് മരോന് നിറച്ച് താടിയാ, നിറച്ച് രോമ, കുച്ചു രോമാണ്. ഭയങ്കര കൊതിയോടെ അവ എടുത്തു വെച്ച് പറഞ്ഞതാണ്. എൻ്റെ മൂത്ത ബ്രദറിന് അതേപോലെ. വേണ്ട, താടിയുള്ളതാണ് ഇപ്പോൾ ഫാഷൻ. എക്സാക്ട്ലി, അതാണ് സ്റ്റൈൽ. അതൊന്നും മാറ്റത്തില്ല. മുതുകാടിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? മുതുകാടിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാനൊരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പം ശരിയടേ, ഗുഡ് നൈറ്റ്. നാളെ കാണാമേ. ഇത് ക്ലബ് ഹൗസ് മറന്നുപോയി. ഗുഡ് നൈറ്റ് മോനൂട്ടാ. നീ അത്യാവശ്യമായി വണ്ണവും കുറയ്ക്കണം. ജിമ്മിൽ പറ്റുമെങ്കിൽ പോകണം ബാബേ. ഷെറിൻ്റെ നിനക്ക് ഫോൺ നമ്പർ ഉണ്ടല്ലോ, വിളിച്ചങ്ങോട്ട് പറ. ഗുഡ് നൈറ്റ്. നാളെ കാണാം കേട്ടോ. മര്യാദയ്ക്ക് പണിക്ക് പോകുന്ന ഇത്താടെ മകനെ പറ്റി ആണ് ഓരോ പണിയും ഇല്ലാണ്ട് ഡബിൾ സ്റ്റാൻഡ് വീഡിയോ ഇടുന്ന യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് കുറ്റം പറഞ്ഞു. എക്സാക്ട്ലി. അവന് വേണമെങ്കിൽ 2 വീഡിയോ ഇതുപോലെ ഇടുന്നത്. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. ഇംഗ്ലീഷ് ചാനലെടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്ത് ചെയ്യാം, അവൻ ചെയ്യത്തില്ല. അവൻ താല്പര്യമില്ല. അവൻ ജോലിക്ക് പോയി ജീവിക്കുന്ന ചെറുക്കനെ പറ്റിയാണ് ഞാൻ പരാവധം അത്രയും പറഞ്ഞത്. എന്തൊരു ബോണ്ട അമ്മയും മോനും. താങ്ക് യു എന്നാ. ഓക്കെ, സി യു. ഗുഡ് നൈറ്റ്. ഉറക്കമില്ല ആൻറ്റി? ഇല്ലടാ അങ്കളെ, ഉറക്കമില്ല. എടേ, നമ്മുടെ ആരിഫിനെ കാണാനില്ല. അവൻ പോയാ? ആരിഫ് വിളിച്ചില്ല.